ഹലോ വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് റീസ്റ്റാർട്ട് 60 ഡേയ്സ് പ്രിലിം 60 ഡേയ്സ് എന്ന പ്രധാനപ്പെട്ട ആ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇന്ന് നമ്മൾ ജോഗ്രഫി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ജോഗ്രഫി. അതിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് പ്രിലിംസിൽ 2025 പ്രിലിംസിൽ എന്തൊക്കെ വരും എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. ആ പ്രിലിംസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകാൻ. സോ സ്റ്റാർട്ടിങ് ഓൺ ബിഫോർ വി സ്റ്റാർട്ട് ടു ജോഗ്രഫി, ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി IAS ഫാക്ടർ ട്രിവാൻഡ്രത്തുണ്ട്, നമ്മുടെ സെൻറ്റർ ഉണ്ട്. സോ നിങ്ങൾക്ക് സെൻറ്ററിൽ വന്നിട്ട് നേരിട്ട് കാണാവുന്നതാണ്. യു ക്യാൻ കം ആൻഡ് മീറ്റ് മീ പ്രൊവൈഡഡ് ഗെറ്റ് എ ഫ്രീ മെൻറ്ററിംഗ് ബൈ യുവർ സെൽഫ്. അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ റീസ്റ്റാർട്ടിൻ്റെ 60 ഡേയ്സ് പ്ലാനിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. യു ക്യാൻ റീഡ് ദിസ്. ആൻഡ് ഇത് ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാം ഇവിടെ സെൻറ്ററിൽ വന്ന് എഴുതാം. അതേപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിലൂടെയാണ് ഇതിൻ്റെ ഫുൾ ക്ലാസ് നമുക്ക് ലൈവ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലും കൂടെ ജോയിൻ ചെയ്താൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് ഓൾസോ നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടെ ജോയിൻ ചെയ്യുക. IAS ഫാക്ടർ എന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ. സോ അതോടൊപ്പം തന്നെ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ദിവസം ഒരു എക്സാം, ഓരോ ദിവസത്തെ വാർത്തകൾ കഴിയുമ്പോഴും നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ന്യൂസും പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ഇത് PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ വളരെ ഓരോ ടോപ്പിക് അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ. സോ ദാറ്റ്സ് ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. ആൻഡ് മൂവിങ് ഓൺ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്, ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ. നമുക്ക് പ്രിലിംസിന് ജോഗ്രഫി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാം, നമുക്ക് ബേസിക്കലി പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന എന്താണ് ഓരോ ഫിസിക്കൽ ആസ്പെക്ട്സ് മാത്രമല്ല, എന്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് റിവർ, മൗണ്ടൻ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു ഉള്ള കംപ്ലീറ്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കണം. അതിനുശേഷം ഇതേ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം. അതിനുശേഷമാണ് പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, അതേപോലെ വേൾഡ് ജോഗ്രഫി എന്നൊക്കെ പറയുന്ന കുറേ പാരാമീറ്റേഴ്സും കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫീൽഡുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ, നമ്മുടെ NCERT ആണത്. ഈ NCERT ഓൾറെഡി നമ്മുടെ 11th സ്റ്റാൻഡേർഡിൻ്റെ NCERT ആണത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി, എല്ലാ ജോഗ്രഫിക്കൽ പ്രിൻസിപ്പിൾസുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി ഇതിനകത്ത് കുറച്ച് സയൻസ് ഇൻവോൾവ് ആണ്. എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഇതിനകത്ത് വളരെയധികം കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ആണ്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഈ NCERTയിലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ. അപ്പോൾ ഈ NCERT ആണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ജോഗ്രഫിയിൽ ആക്ച്വലി മൾട്ടിപ്പിൾ സോഴ്സസ്, ഒരുപാട് ബുക്കുകൾ, നിങ്ങൾ പലരും പല കോൺസെപ്റ്റ്സ് ആണ് വായിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം സിവിൽ സർവീസിന് ജോഗ്രഫി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ കോൺസെപ്റ്റ്സ് ആണ്. ആ കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. ഇന്ന ബുക്ക് വായിക്കണം, ഗൂച്ചാങ്ലിയും വായിക്കണം, മജീദ് ഹുസൈൻ വായിക്കണം എന്നൊന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല സിവിൽ സർവീസിന്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്സ് മുഴുവൻ അറിയാമോ എന്നുള്ളതാണ്. ആർ യു അവെയർ ഓഫ് ദ കോൺസെപ്റ്റ്സ്? ഹൗ വെൽ ഡു യു നോ ദീസ് കോൺസെപ്റ്റ്സ്? ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടാണ്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലും കൂടെ നമുക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ഇനി എന്താ പഠിക്കാനുള്ളത് റിവൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ എന്താ പഠിക്കാനുള്ളത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? ആണെങ്കിൽ പോലും അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, പരീക്ഷയ്ക്ക് ഏത് ആംഗിളിലാണ്, ഇതിൻ്റെ റിവിഷൻ ആംഗിൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. സോ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ പറയുന്ന മേജർ സമ്മറിയാണ് ഇതിൽ ഷെയർ ചെയ്തു പോകുന്നത്. ഒന്ന്, ഡെഫിനിഷൻ ഓഫ് ഒറിജിൻ ഓഫ് ജോഗ്രഫിയെ കുറിച്ച് പറയുന്നുണ്ട്. എറാറ്റോസ്തനസ് എന്ന് പറയുന്ന ദ ഫാദർ ഓഫ് ജോഗ്രഫി, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ജോഗ്രഫി. അപ്പോൾ എറാറ്റോസ്തനസ് എന്ന് പറയുന്ന ഗ്രീക്ക് സ്കോളറിനെ കുറിച്ച് അറിയണം. ഡിറൈവ് ഫ്രം 2 വേർഡ്സ്, ഗ്രീക്ക്. ജോഗ്രഫി എന്ന് പറയുന്നത് തന്നെ ജിയോ എർത്ത് ആൻഡ് ഗ്രാഫോസ്, മീനിങ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എർത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് കുറേ ജോഗ്രഫിയുടെ കുറേ ആസ്പെക്റ്റും ഡെഫിനിഷൻസ് ആണ് ഉള്ളതെങ്കിൽ പോലും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡ്യുവലിസം ഇൻ ജോഗ്രഫി എന്ന് ചോദിച്ചാൽ പ്രിലിംസിൽ ചോദിക്കാം, NCERTയിൽ ഉള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ് എന്താണ് ഡ്യുവലിസം എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ. സോ 2 പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോ നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ജോഗ്രഫി ആസ് എൻ ഇൻറ്റഗ്രേറ്റിംഗ് സബ് ഡിസിപ്ലിൻ. ഇതിൽ വേറൊന്നുമല്ല, ജോഗ്രഫീനെ ഒരു അറ്റത്ത് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ
ഈ ലോകത്തുള്ള എല്ലാ സബ്ജക്റ്റും ജോഗ്രഫിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇതിന്റെ മേജർ ആസ്പെക്ട് എന്ന് പറയുന്നത്. യു ലിങ്ക് ജോഗ്രഫി വിത്ത് മെനി അതർ സബ്ജക്ട്സ്. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ജോഗ്രഫി, നാച്ചുറൽ സയൻസ്, ജിയോളജി, മീറ്ററോളജി, ബോട്ടണി, സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, ഇതെല്ലാം തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ ഇൻഡിവിജ്വലി കാണാൻ പറ്റില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഫിസിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി, ഇത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും മനുഷ്യന്റെ ആക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷനും കൂടെ ഇവിടെ പറയുന്നുണ്ട്. സബ്ജക്ട്സ് ഇന്റഗ്രേറ്റഡ് ആവുന്ന പോലെ ഇത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ദിസ് ഇസ് വൺ കൈൻഡ് ഓഫ് ഡ്യുവലിസം. ജോഗ്രഫിയിലെ ഡ്യുവലിസം, ഫിസിക്കൽ ആസ്പെക്ട്സും ഹ്യൂമൻ ആക്ടിവിറ്റീസും തമ്മിലുള്ള ഒരു ബന്ധം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ് അപ്രോച്ചസ് ടു സ്റ്റഡി ജോഗ്രഫി? ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും അതിനകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട്. എന്താണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്, എന്താണ് റീജിയണൽ അപ്രോച്ച് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് സ്റ്റഡീസ് വൺ ഫെനോമിനൽ ഗ്ലോബലി ഐഡന്റിഫൈഡ് പാറ്റേൺസ്. അലക്സാണ്ടർ ഹംബോൾട്ടിന്റെ ആണ്. ഗ്ലോബലി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്, അതിന്റെ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കുന്നതാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. റീജിയണൽ അപ്രോച്ചിൽ റീജിയണൽ എന്ന വാക്ക്, ആ പദം നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഗിവ് ഫോക്കസ് ടു ദ വേർഡ് റീജിയണൽ, നമുക്ക് മനസ്സിലാക്കും ഒരു റീജിയനിൽ നടന്ന എല്ലാ ഫെനോമിനെ കുറിച്ചുള്ള ഒരു ബേസിക് കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്നത്. കാൾ റിട്ടർ, ചിലപ്പോൾ ഇവരൊക്കെയാണ് മാച്ച് ദ ഫോളോയിങ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ NCERT വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അലക്സാണ്ടർ ഹംബോൾട്ടും കാൾ റിട്ടറും ആണ് ഇതിനകത്ത് കിടക്കുന്നത്. സോ രണ്ട് അപ്രോച്ച്, സിസ്റ്റമാറ്റിക് ആൻഡ് റീജിയണൽ അപ്രോച്ച് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി ആണ്. ഇത് ഡെഫിനറ്റ്ലി നമ്മുടെ ജോഗ്രഫിയിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സും ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. സോ ഫസ്റ്റ് വൺ, ഫിസിക്കൽ ജോഗ്രഫി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ജിയോമോർഫോളജി ഉണ്ട്, ലാൻഡ് ഫോംസും പ്രോസസ്സും പഠിക്കുന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ലെറ്റ് മീ ഓൾസോ റിമൈൻഡ് യു ദാറ്റ് ഈ സെഷൻ കാണുന്ന എല്ലാവരും ബിഗിനേഴ്സിനെക്കാട്ടും ഓൾറെഡി നിങ്ങൾ ഒരു റൗണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാനൊരു കോൺടെക്സ്റ്റ് ബിൽഡ് ചെയ്യുക. അതൊരു കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നൊക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ജിയോമോർഫോളജി അറിയാം. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ വെതർ, ക്ലൈമറ്റിനെ കുറിച്ചുള്ള പഠനം, വെള്ളത്തിനെ കുറിച്ച്, ഓഷ്യൻ, റിവർ വാട്ടർ ബോഡീസിനെ കുറിച്ചുള്ള പഠനം, ഹൈഡ്രോളജി. സോയിൽ ജോഗ്രഫി, സോയിൽ ഫോർമേഷൻ, അങ്ങനത്തെ ആസ്പെക്റ്റുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ ഹ്യൂമൻ ജോഗ്രഫി. ഇതിലാണ് സോഷ്യൽ ജോഗ്രഫി, പോപ്പുലേഷൻ ജോഗ്രഫി അഥവാ ഡെമോഗ്രഫി എന്ന് വിളിക്കുന്നത്, എക്കണോമിക് ജോഗ്രഫി, പൊളിറ്റിക്കൽ ജോഗ്രഫി, ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി. കുറച്ചും കൂടെ ആർട്സ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓർക്കാൻ എളുപ്പത്തിനാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉള്ള ആൾക്കാർ. പിന്നെ ബയോ ജിയോഗ്രഫി. ബയോ ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ പ്ലാന്റ് ജിയോഗ്രഫി, സുവോളജിക്കൽ ജിയോഗ്രഫി, എക്കോളജി, എൻവയോൺമെന്റൽ ജോഗ്രഫി, ഇതെല്ലാം വളരെ സിമ്പിൾ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ സിവിൽ സർവീസിനാണെങ്കിലും എപ്പോഴും എൻവയോൺമെന്റിന്റെ ഭാഗം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജോഗ്രഫിയിലെ ഒരു സർട്ടൻ പോർഷൻസ് പഠിക്കുമ്പോൾ എപ്പോഴും എൻവയോൺമെന്റിന്റെ ഒരു ലിങ്ക് ഉണ്ട്. എൻവയോൺമെന്റ് പിടിച്ച് പഠിക്കുമ്പോൾ അതിനകത്തൊരു ജോഗ്രഫി എലിമെന്റ് മിക്കവാറും വരാറുമുണ്ട്. അതും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് അപ്രോച്ചസ് ഇൻ ജോഗ്രഫി നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിസ്റ്റമാറ്റിക് ആൻഡ് റീജിയണൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ഇൻ ജോഗ്രഫി. കണ്ടോ, നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ചാലും റിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പോയിന്റുകളെല്ലാം ഓർമ്മയുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ഒരിക്കലും ലൈറ്റ് ആയിട്ട് കാണരുത്. കാരണം നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ ആണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല. സോ ജോഗ്രഫിയിലെ 3 പ്രധാന ചോദ്യങ്ങളാണ്. ഒന്ന് വാട്ട്, വേർ, വൈ. ഇത് ജോഗ്രഫിയിൽ നിന്നല്ല, ഏത് സബ്ജക്ട് എടുത്താലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. വാട്ട്, വേർ എന്ന് പറയുമ്പോൾ ഏത് ക്രോപ്സ് ആയിരുന്നു, എവിടെയാണത് ഗ്രോ ചെയ്യുന്നത്, എന്ത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ക്രോപ്പ് ഇത് ഇന്ന സ്ഥലത്താണ് ഗ്രോ ചെയ്യുന്നത്, വൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ചോദ്യം എന്തുകൊണ്ട് എക്സ് വൈയിൽ ഗ്രോ ചെയ്യുന്നു എന്നുള്ളത് കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. ഇതാണ് ജോഗ്രഫിയിലെ 3 ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ അനാലിസിസ്, ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇങ്ങനത്തെ വാക്കുകൾ കാണുമ്പോൾ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ അനാലിസിസ് എന്ന് കാണുമ്പോൾ ജോഗ്രഫി സ്പേഷ്യൽ ആണ്, ഒരു സ്പേസ് ഫോക്കസ്ഡ് ആണ്, ഏരിയ ആണല്ലോ. ഹിസ്റ്ററി ടെമ്പറൽ ആണ്, ടൈം ഫോക്കസ്ഡ് ആണ്. ഇന്ന വർഷം, ഇന്ന കാലഘട്ടത്തിൽ, മറ്റേത് ഇന്ന റീജിയനിൽ, ഇന്ന സ്ഥലത്ത് നമുക്ക് പറയാൻ പറ്റും. ജോഗ്രഫി കൺവേർട്സ് ടൈം ഇൻ ടു സ്പേസ്. 1500 കിലോമീറ്റർ 2 അവർ ഫ്ലൈറ്റ് ഓർ 17 hours ട്രെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ജോഗ്രഫിക്ക് ടൈമിനെ സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് ഓർത്ത് വെച്ചാൽ മതി. ജോഗ്രഫി സ്പേഷ്യലും ഹിസ്റ്ററി ടെമ്പറലുമാണ്, ടൈം ഫോക്കസ്ഡ് ആണ് എന്നുള്ള ഒരു ഫാക്ടറും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്താണ് ഡ്യൂവലിസം എന്ന് വിളിക്കുന്ന ജോഗ്രഫിയിൽ? ഇനി സിമ്പിളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതാണ്.
എനിക്ക് കോൺസെപ്റ്റ്സ് മുഴുവൻ പഠിപ്പിക്കുന്നതിൽ ഒരു പരിധി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു 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 ബോർഡർ ഉണ്ട്. എനിക്ക് മുഴുവൻ അങ്ങനെ പഠിപ്പിക്കാനുള്ള സമയവും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ ഡ്യൂലിസം എന്ന് പറയുമ്പോൾ എന്ത് കോൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്? ആദ്യകാലത്ത് ജോഗ്രഫി എന്ന് പറയുന്നത് മൊത്തം ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ആസ്പെക്ട്സ് ആയിരുന്നു. സോ ബോത്ത് രണ്ടും ഉണ്ടായിരുന്നു, ഫിസിക്കലും ഹ്യൂമൻ ആസ്പെക്ട്സും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യകാലത്ത് ജോഗ്രഫി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താണ് റിവർ, എന്താണ് മൗണ്ടൻ, എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അനലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യകാലത്തുള്ള പ്രധാനപ്പെട്ട സംഭവം. പക്ഷെ പിന്നീട് വന്നപ്പോൾ ഫോക്കസ് ഫിസിക്കൽ നിന്നും മാറി ഹ്യൂമൻ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സിലും കൂടെ മാറിയിട്ടുണ്ട്. സോ ഈ രണ്ട് ആസ്പെക്റ്റ് ആണ് പ്രധാനമായിട്ടും, ഫിസിക്കലായിട്ടും ഹ്യൂമനും ഫിസിക്കലും എന്ന് പറയുന്ന രണ്ട് ആസ്പെക്റ്റ് ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ആംഗിളിൽ നമ്മൾ കാണുന്നത്. സോ ഡ്യൂലിസം ഇൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ, സോ അതാണ് ഡ്യൂലിസം എന്ന് പറയുന്നത്. ഇനി അവസാനം പ്രധാനപ്പെട്ട ജോഗ്രഫി എന്ന വാക്ക് കോയിൻ ചെയ്തത് എറാറ്റോസ്തനസ്. ഡ്യൂലിസം ഇൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഫിസിക്കലും ഹ്യൂമനും ഉണ്ടെന്നുള്ള സത്യം. വൈ ക്വസ്റ്റ്യൻ കോസ് ആൻഡ് അനാലിസിസ്, വാട്ട് ഫിസിക്കൽ ജോഗ്രഫി ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. ഇനി ഇതാണ് അടുത്ത ചാപ്റ്റർ, നമ്മൾ ഇതൊക്കെ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പെഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽ ജോഗ്രഫിയാണ്. അതേപോലെ ഡെമോഗ്രഫി എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ സ്റ്റഡിയാണ്, അത് ഓർമ്മ വേണം. സോ ജോഗ്രഫീന് എന്തുകൊണ്ടാണ് ഇത് സയന്റിഫിക് ആവുന്നതെന്ന് ചോദിച്ചാൽ വൈ എന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സയന്റിഫിക് ആംഗിൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് ഫസ്റ്റ് ചാപ്റ്ററിന് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ ബേസിക് സംഭവങ്ങളും കുറേ ജോഗ്രഫി ഡിസിപ്ലിൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റഗ്രേഷൻ ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള റിവിഷൻ ടോപ്പിക്സ് ആണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ട്രൈ ടു അനലൈസ് ദാറ്റ് ടോപ്പിക് ഇൻ ഡീറ്റെയിൽ. അത് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എർത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ് ആണ്. സോ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത് ദി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, അതായത് ഒറിജിൻ ആണ്. എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്? ഫിസിക്കൽ ജോഗ്രഫി ആയതുകൊണ്ട് തന്നെ തുടക്കം ഇതിൽ നിന്നാവട്ടെ, എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. യു ഷുഡ് നോ ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ, how was it created, how did it came into being എന്ന് പറയുന്ന ലാർജർ കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. ദ കോൺസെപ്റ്റ് ഓഫ് ക്രിയേഷൻ, ഹൗ ഡിഡ് ഇറ്റ് എവർ ഹാപ്പൻ എന്ന് ചോദിക്കുന്ന ആ ഒരു ഒറിജിൻ എന്നിവിടെ മാറ്റി വെക്കുന്ന സമയത്ത് യു ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് എങ്ങനെ ആണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിൽ വളരെ പ്രധാനമായിട്ട് ആദ്യം നോക്കുന്നതാണ്, ഒന്ന്, നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം വളരെ പ്രധാനമായിട്ടും NCERT പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടായത്? ഹൗ വാസ് ദിസ് യൂണിവേഴ്സ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രധാന ആസ്പെക്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്ലാനറ്റുകൾ ഉണ്ടായത്? നമുക്കിന്ന് പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ട്. നമ്മൾ മാസ്, എർത്ത്, മെർക്കുറി, വീനസ് എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ഈ പ്ലാനറ്റ്സ് ക്രിയേറ്റ് ആയിരിക്കുന്നത്? അതേപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റാർസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്? എന്താണ് സ്റ്റാർസ്? എന്തുകൊണ്ട് സ്റ്റാർ ഷൈൻ ചെയ്യുന്നു? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത് യൂണിവേഴ്സിനെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ബിഗ് ബാങ് തിയറി, നെബുലർ ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസുകൾ എന്താണെന്നുള്ളത് പല ആവർത്തി നമ്മൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് എ വെരി ബേസിക് തിങ്, യു മസ്റ്റ് ബി നോയിങ് ഇറ്റ്. അപ്പൊ അത് യൂണിവേഴ്സിൽ ആദ്യം എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളത്, യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി, പ്ലാനറ്റ് എങ്ങനെ ഉണ്ടായി, സ്റ്റാർ എങ്ങനെ ഉണ്ടായി എന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറെ കാര്യമാണ് എന്താണ് ലിത്തോസ്ഫിയർ, നമ്മുടെ ചുറ്റുമുള്ള ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഈ സ്ഫിയറുകളെല്ലാം എങ്ങനെ ഉണ്ടായി, എങ്ങനെയായിരുന്നു ഇതിന്റെ ഉത്ഭവം എന്നും കൂടെ നമ്മൾ പഠിച്ചാൽ കുറച്ചും കൂടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആദ്യമേ പറയട്ടെ, ജോഗ്രഫിയിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ കോൺസെപ്റ്റ് കാണാതെ പഠിക്കുന്നതിൽ കാര്യമില്ല. ആ കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ കുറച്ചെങ്കിലും നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ UPSCയുടെ ജോഗ്രഫി ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ആൻഡ് വാട്ട് ഇസ് ദി ആപ്ലിക്കേഷൻ. വെറുതെ കുറെ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രധാന സംഭവം തന്നെ ഇതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എർത്ത് എന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ പ്രോസസ്സുകളെല്ലാം മനസ്സിലാക്കാം. ആദ്യം തന്നെ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേമസ് തിയറിയാണ് ബിഗ് ബാങ് തിയറി. ഒരു ബിഗ് ബാങ് ഉണ്ടായെന്ന് നമുക്കറിയാം. ഞാൻ ഈ പറയുന്ന കഥകളെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ഓർമ്മ വരണം, ഇതെല്ലാം റിക്കളക്ട് ചെയ്യണം.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പിവട്ടൽ ആയിട്ട് വരുന്ന പോയിന്റുകൾ നമുക്ക് ഓർമ്മയുണ്ടാവണം. കാരണം പ്രിലിംസിൽ ചോദിക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. ആ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഇതാണ് എക്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് 100% അറിഞ്ഞിരിക്കണം. ഈ എക്സ് എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം പ്രിലിംസിൽ ചോദിച്ചു. എക്സിനെ കുറിച്ച് X1 ശരിയാണോ, X2 ശരി തെറ്റാണോ, ഇങ്ങനെ ചോദിക്കുമ്പോൾ എക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്കറിയാം. ഞാൻ ജോഗ്രഫി പഠിച്ചതാ, എനിക്കറിയാതെ X2 ഒക്കെ എനിക്കറിയാം, പരിചയമുണ്ട്. പക്ഷെ ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു വേർതിരിക്കാനുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണമെങ്കിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. ജോഗ്രഫി മുഴുവൻ കോൺസെപ്റ്റ് ക്ലാരിറ്റിയിലാണ് ഇരിക്കുന്നത്. വായിക്കാൻ ഒരു റൗണ്ട് വായിക്കുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ബിഗ് ബാങ് തിയറി ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് സിംഗുലാരിറ്റി എന്ന വാക്കിന്റെ അർത്ഥം? They can even ask this question, what is singularity? When you talk about the context of Big Bang Theory, so what exactly is this concept of singularity? അറിയണം. അപ്പം അതുകൊണ്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് ജോഗ്രഫിയിൽ ഞാൻ പിന്നെയും സ്ട്രെസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ബിഗ് ബാങ് അക്സെപ്റ്റ് തിയറിയാണ്. യൂണിവേഴ്സ് ഒരു ടൈനി ബോൾ ആണെന്നാണ് പറയുന്നത് സിംഗുലാരിറ്റി, വിത്ത് ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ. പോയിന്റ് ആണ്, ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ, ഡെൻസിറ്റി ആൻഡ് ചെറിയ വോളിയം, എക്സ്ട്രീംലി സ്മോൾ വോളിയം. ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടായെന്നാണ് പറയുന്നത്. 13.7 ബില്യൺ ഇയേഴ്സ് അഗോ ആ വലിയ എക്സ്പ്ലോഷൻ ഉണ്ടായി. അതിനുശേഷമാണ് യൂണിവേഴ്സ് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നത്. ഇത് ബിഗ് ബാങ് തിയറിയാണ്, ഓർത്ത് വെക്കണം. സിംഗുലാരിറ്റി എന്ന ആ ഒരു ഡെഫിനിഷനും ആ ഒരു പിക്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ചെറിയ ബോളിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. സോ ദർ ഇസ് എ സ്മോൾ തിങ്. അതിൽ നിന്നാണ് ഓരോന്നും വലുതായി വന്നുകൊണ്ടിരുന്നത്. യൂണിവേഴ്സ് മൊത്തം വലുതായത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എഡ്വിൻ ഹബിൾ ഗേവ് ഒബ്സർവേഷൻ എവിഡൻസ് ഇൻ 1920. ആദ്യത്തെ 3 മിനിറ്റ് തന്നെ ഫസ്റ്റ് ആറ്റം ഉണ്ടായി. വിത്തിൻ 300,000 ഇയേഴ്സ് അല്ലെങ്കിൽ 3 lakh ഇയേഴ്സ് യൂണിവേഴ്സ് ബിക്കേം ട്രാൻസ്പാരന്റ് ആൻഡ് അറ്റോമിക് മാറ്റർ ഫോം. യൂണിവേഴ്സിനെ കാണാൻ ട്രാൻസ്പാരന്റ് ആയി മാറി. 3 ലക്ഷം വർഷം കേട്ടോ. ഇവിടെ ഒരു വർഷം എങ്ങനെ പോകുന്നു നമുക്കറിയില്ല, അപ്പോഴാണ് 3 വർഷം. സോ ഓർത്ത് വെക്കുക, എഡ്വിൻ ഹബിൾ എന്ന് പറയുന്നത് ഹബിൾ ടെലിസ്കോപ്പിന്റെ ആളാണ്. സോ ഇദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഒരു പ്രൂഫ് തന്നിട്ടുണ്ട്. സോ എഡ്വിൻ ഹബിളിന്റെ ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിങ്ങനെ ചെറുതായിരുന്നു, ബോൾ പോലെ ആയിരുന്നു, അതിങ്ങനെ വലുതായി ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എഡ്വിൻ ഹബിൾ ആണ്. വിത്ത് അൺഇമാജിനബിളി സ്മോൾ വോളിയം ആൻഡ് ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി. ഭയങ്കര ടെമ്പറേച്ചർ ഡെൻസിറ്റിയോട് പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത് ബിഗ് ബാങ്. സോ ഹ്യൂജ് എക്സ്പ്ലോഷൻ. ആദ്യത്തെ ആറ്റംസ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് 3 മിനിറ്റിനുള്ളിൽ. യൂണിവേഴ്സ് ട്രാൻസ്പാരന്റ് ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട് കാണാൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പാൻഷൻ ഇൻ യൂണിവേഴ്സ് മീൻ ഇൻക്രീസ് ഇൻ സ്പേസ് ബിറ്റ്വീൻ ദ ഗാലക്സീസ്. ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്ന സംഭവം അതിങ്ങനെ ഓരോ ദിവസം കഴിയും പതുക്കെ യൂണിവേഴ്സ് ഇങ്ങനെ വലുതായി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നോ ദിസ് പിക്ചർ, യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ബിഗ് ബാങ് തിയറിയോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കുന്ന മറ്റൊരു പേരാണ് ഹോയൽസ് കോൺസെപ്റ്റ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ഹോയൽസ് തിയറിയാണ്. ഇറ്റ്സ് കോൾഡ് ഹോയൽസ് കോൺസെപ്റ്റ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്, which consider universe to be roughly the same size at any point of time. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ഇങ്ങനെ എടുത്തു, ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടൈം മാറുന്നതനുസരിച്ചിട്ട് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോയലിന്റെ കോൺസെപ്റ്റ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള യൂണിവേഴ്സ് ഇവിടെ എത്തുമ്പോഴും ഇത്ര തന്നെ ഉള്ളൂ, മുന്നോട്ട് പോകുന്നതോടെ ഇത് വലുതാവുന്നില്ല. ഇറ്റ് ഇസ് സെയിം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. പക്ഷെ തെറ്റാണെന്നുള്ളത് പിന്നീട് പ്രൂവ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും അങ്ങനെയാണ്. ഇവിടെയുള്ള യൂണിവേഴ്സ് ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ വലുതായി. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്താണ് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ തിയറി ഓർത്ത് വെക്കുക, ഹോയൽസ് കോൺസെപ്റ്റ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ്, ഇതും ഓർത്ത് വെക്കാൻ ശ്രമിക്കുക റിവിഷന്റെ ഭാഗമായിട്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പ്ലാനറ്റുകൾ എങ്ങനെ ഉണ്ടായെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എർത്ത് പോലെയോ മെർക്കുറി വീനസ് പോലെയോ പ്ലാനറ്റ്സ് എല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് നെബുലർ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഇമാനുവൽ കാന്റ് ഗേവ് ദ തിയറി നോൺ ആസ് നെബുലർ ഹൈപ്പോതെസിസ് ആൻഡ് മാത്തമാറ്റീഷ്യൻ ലാപ്ലേസ് 1796 അതിനെ റിവൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പ്ലാനറ്റ്സ് were formed out of slowly rotating clouds. ഈ ക്ലൗഡ് കണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ക്ലൗഡ് കാരണമാണ്, അത് ഇങ്ങനെ വലിയൊരു ക്ലൗഡ് കാരണമാണ്. ഇതെല്ലാം സണ്ണിന്റെ ഭാഗമാണ്. സണ്ണിന്റെ യൂത്ത്ഫുൾ കാലഘട്ടത്തിന്റെ ഭാഗമായിരുന്ന ആ റൊട്ടേറ്റിംഗ് ക്ലൗഡ്സ് എല്ലാം കൂടെ ഇങ്ങനെ ചുറ്റി പിന്നീടാണ് പതുക്കെ ഒരു പ്ലാനറ്റായി മാറുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതാണ് നെബുലർ ഹൈപ്പോതെസിസ്. സോ സണ്ണായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു
എല്ലാ തിയറിയും പഠിക്കുമ്പോൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഓരോ തിയറിയിലും ഒന്നോ രണ്ടോ പ്രധാന കാര്യം ഓർത്ത് വെക്കാൻ ശ്രമിക്കാം നമുക്ക്. ഇപ്പോൾ നെബുലർ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർത്ത് വെക്കേണ്ട റൊട്ടേറ്റിംഗ് ക്ലൗഡ്സ്. സണ്ണിന്റെ തന്നെ റൊട്ടേറ്റിംഗ് ക്ലൗഡ്സ് കാരണം നമുക്കത് ഒരു പ്ലാനറ്റായി മാറി എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അതാണ് നെബുലർ ഹൈപ്പോത്തസിസ്. റിവൈസ്ഡ് നെബുലർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നുണ്ട്. നെബുലർ ഹൈപ്പോത്തസിസിന്റെ റിവൈസ്ഡ് ഫോം എന്ന രീതിയിലാണല്ലോ ഇതിനിപ്പോൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ആംഗിളിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ഓട്ടോ ഷ്മിറ്റ്, കാൾ വിസാസ്കർ, ജർമ്മൻ പേരുകളാണ് പറയുന്നത്, ശരിയാവണം നിർബന്ധമൊന്നുമില്ല. സോ ഏകദേശം ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൺ വാസ് സറൗണ്ടഡ് ബൈ സോളാർ നെബുലെ കണ്ടെയ്നിങ് മോസ്റ്റ്ലി ഹൈഡ്രോജൻ, ഹീലിയം ആൻഡ് ഡസ്റ്റ് formed due to the friction of collision of particles. The planet formed through the process of accretion. അപ്പോൾ ഈ റിവൈസ്ഡ് നെബുലർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സോളാർ നെബുലയുടെ കൂട്ടത്തിൽ ഹൈഡ്രോജൻ, ഹീലിയം, ഡസ്റ്റും എല്ലാം കൂടെ കൊലൈഡ് ചെയ്ത് ഫ്രിക്ഷൻ കാരണം ദ പ്രോസസ് ഓഫ് അക്രീഷൻ, ഈ പ്രോസസ് ഓഫ് അക്രീഷൻ കാരണമാണ് പ്ലാനറ്റ് ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. സോ അത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെബുലർ ഹൈപ്പോത്തസിസിൽ റൊട്ടേറ്റിംഗ് ക്ലൗഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇവിടെ റൊട്ടേറ്റിംഗ് ക്ലൗഡ് അല്ല, ഇവിടെ പ്രോസസ് ഓഫ് അക്രീഷൻ ആണ്. റിവൈസ് നെബുലർ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോജൻ, ഹീലിയം എല്ലാം കൂടെ കൊലൈഡ് ചെയ്ത്, ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് മൊത്തത്തിൽ കൊലൈഡ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രോസസ് ഓഫ് അക്രീഷൻ ഇവിടെ നിലവിൽ വരുന്നത്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, സോ അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്തത് പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തസിസ്. ചേംബർലിൻ ആൻഡ് മോൾട്ടൺ എന്ന് പറയുന്ന ജെയിംസ് ജീൻസ് ആൻഡ് ഹാരോൾ ജെഫ്രി ഇവരെല്ലാം വിശ്വസിച്ചിരുന്ന ഒരു തിയറിയാണ് പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പ്ലാനറ്റ് ഉണ്ടായത്. നമ്മൾ യൂണിവേഴ്സ് ഉണ്ടായെന്ന് മനസ്സിലായി, ബിഗ് ബാങ് ഒക്കെ ഉണ്ടായെന്ന് മനസ്സിലായി, ഹോയലിന്റെ തിയറി ആണെങ്കിലും എഡ്വിൻ ഹബിളിന്റെ ആണെങ്കിലും. ഇവിടെ പ്ലാനറ്റെസിമൽ എന്ന് പറയുന്ന ആൾക്കാരുടെ പേര് ചേംബർലൈൻ, മോൾട്ടൺ, ജെയിംസ് ജീൻസ് ആൻഡ് ഹാരോൾ ജെഫ്രി. ഇവരെല്ലാവരും കൂടെ ഒരു സ്റ്റാർ, വാണ്ടറിംഗ് സ്റ്റാർ അപ്രോച്ച് ദ സൺ എന്നാണ് പറഞ്ഞത്. ഈ പടം ശ്രദ്ധിച്ചാൽ മതി. സണ്ണിന്റെ അടുത്ത് ഒരു സ്റ്റാർ ഇങ്ങനെ വന്ന് അപ്രോച്ച് ചെയ്തു. A cigar shaped extension of material was separated from the solar surface. As the passing star moved away, the material separated. അപ്പോൾ ആലോചിച്ചു, ഒരു സണ്ണിന്റെ ഒരു സിഗാർ ഷേപ്പിലുള്ള കാര്യം, എന്താ, ഒരു സിഗരറ്റിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സാധനം സെപ്പറേറ്റഡ് ഫ്രം ദ സോളാർ സർഫസ്. സോ ഈ സണ്ണിന്റെ ഭാഗത്ത് നിന്നും ഇത്രേ ഉള്ളൂ, സണ്ണിന്റെ ഭാഗത്ത് നിന്നും ഒരു സിഗരറ്റ് ഷേപ്പിലുള്ള സാധനം പൊട്ടി അടർന്ന് പതുക്കെ സെപ്പറേറ്റ് ചെയ്ത് സോളാർ സർഫസിൽ നിന്ന് അതിങ്ങനെ മൂവ് ചെയ്ത് വന്നപ്പോൾ ഇത് സോളാർ സർഫസിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് റിവോൾവ് ചെയ്ത് ഇതാണ് പിന്നീട് കണ്ടൻസ് ചെയ്ത് ഒരു പ്ലാനറ്റ് ആയി മാറിയെന്ന് പറയുന്നുണ്ട്. സോ ഇതും ഇതാണ് പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓർക്കാൻ പറ്റും. നമ്മൾ ഓരോന്നും പഠിച്ചപ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് റിവൈസ് നെബുലർ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോജൻ, ഹീലിയത്തിന്റെ കൊലിഷനാണ്, അക്രീഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. നെബുലർ ഹൈപ്പോത്തസിസ് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് ക്ലൗഡ്സ് എന്ന കാര്യം നമുക്ക് ഇവിടെ ഓർമ്മ വരും. അങ്ങനെ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. പ്ലാനറ്റെസിമൽ എന്ന് പറയുമ്പോൾ സിഗാർ ഷേപ്ഡ്, ഈ പടം ഓർത്താൽ മതി, സിഗാർ ഷേപ്ഡ് ഉള്ള സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് പ്ലാനറ്റെസിമൽസ്, എങ്ങനെയാണ് പ്ലാനറ്റ് ഉണ്ടായതെന്നുള്ള സംഭവമാണ്. ഇത് ഓൾറെഡി നമ്മൾ വായിച്ചു തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ഗ്യാസ് ക്ലൗഡ്സ്, എന്താണ് നെബുല എന്നൊരു സംശയം ഉണ്ടല്ലോ. ഈ ഗ്യാസ് ക്ലൗഡും കോർ ഫോർമേഷൻ സ്റ്റാർസും സ്റ്റാർട്ട് ആസ് ബിഗ് ഓഫ് ദിസ് ഡെസ്റ്റിൻ സ്പേസ് കോൾഡ് നെബുലെ. ഇതാണ് നെബുലെ എന്ന് വിളിക്കുന്നത്. ഈ ഗ്രാവിറ്റി പുൾസ് ദീസ് ക്ലൗഡ്സ് ഇൻ ടു ഡെൻസ് ലംസ് ഫോമിംഗ് കോർ അറ്റ് ദ സെന്റർ. ഇതിന് നടുക്കൊരു കോർ പോലെ വരുന്നുണ്ട്. അറൌണ്ട് ദിസ് കോർ ജൈന്റ് സ്പിന്നിങ് ഡിസ്ക് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ഫോംസ്. ഈ സെന്ററിലാണ് ഇത് വരുന്നത്. ദ ഗ്യാസ് ആൻഡ് ഡസ്റ്റ് സ്പിന്നിങ് ഡസ്റ്റ് ബിഗാൻ ടു ക്ലം ടുഗെദർ. ഇതാണ് പ്ലാനറ്റെസിമൽസ് ആയി മാറുന്നത്. സോ പ്ലാനറ്റ് ഉണ്ടാവുന്നെന്ന് പറഞ്ഞു, ഞാനിത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ ഈ തിയറി ഇവിടെ നോക്കിയതാണ്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. പ്ലാനറ്റെസിമൽ ഹൈപ്പോത്തസിസ്, ഈ സിഗാർ ഷേപ്ഡ് കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ NCERT കാണുന്ന ഒരു പടമാണ്, സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പടം കാണുമ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ ദിസ് കോൺസെപ്റ്റ് ഓഫ് സിംഗുലാരിറ്റി? എന്താണ് ഈ സിംഗുലാരിറ്റി? ബിഗ് ബാങ് എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ പടം കണ്ടോ, എല്ലാം ചെറിയൊരു പോയിന്റ് ആയിരുന്നു. ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ, ഇൻഫിനിറ്റ് ഡെൻസിറ്റി, ചെറിയ വോളിയം. ഇതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്താണ് പതുക്കെ ഹ്യൂജ് വോളിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വലിയ വോളിയം വന്നുകൊണ്ടിരിക്കുന്നത്. സോ സിംഗുലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോൺസെപ്റ്റ് ആണ്. Big Bang Theory, which is about, it shows that everything in the universe started from one small super packed point called singularity.
അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഈ ചെറിയ പോയിന്റിൽ നിന്ന് ആരംഭിച്ചു, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചത്. ഇതാണ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് നന്നായി ഉണ്ടാവണം. And moving on to the next important content. സ്റ്റാറിന്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റാർസ് എന്ന് പറയുന്നത് ഏതാണ്ട് 5-6 ബില്യൺ ഇയേഴ്സ് മുന്നേ ഉണ്ടായതാണ്. ബിഗാൻ വിത്ത് ദ ഫോർമേഷൻ ഓഫ് നെബുല, ഹ്യൂജ് ക്ലൗഡ്സ് ഓഫ് ഗ്യാസ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റാറിന്റെ ഒരു ഫോർമേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പ്ലാനറ്റ്സ് ഡിസ്കസ് ചെയ്ത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് സ്റ്റാറിന്റെ ഫോർമേഷനാണ്. ഈ പടം കണ്ടോ? ഗ്യാസ് ആൻഡ് ക്ലൗഡ് ഗ്യാസ് ക്ലൗഡ് ആൻഡ് കോർ ഫോർമേഷൻ സ്റ്റാർസ് ആൻഡ് ദ സറൗണ്ടിങ് സ്റ്റാറ്റസ് ബിഗ്. ഇതിലാണ് ആദ്യം വരുന്നത്. ഇത് ഫോർമേഷൻ ഓഫ് ഒബ്ജക്ട്സ്, പതുക്കെ സ്റ്റാർ ഉണ്ടാവുന്ന പ്രോസസ്സാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കണ്ടത്. ബിഗാൻ വിത്ത് ദ ഫോർമേഷൻ ഓഫ് നെബുല, ഹ്യൂജ് ക്ലൗഡ്സ് ഓഫ് ഗ്യാസ്, ലോക്കൽ ക്ലംസ് ഫോംഡ് ഇൻസൈഡ് ദ നെബുല, ഗ്യാസ് കണ്ടൻസ് അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞ ഒരു കോർ സാധനം ഓർമ്മയുണ്ട് എങ്ങനെ വന്നത്? ഇത് ചുറ്റും ഇങ്ങനെ വന്ന് ഗ്രാവിറ്റി കാരണം ഇത് വന്ന് ഈ ലോക്കൽ ക്ലംസ് നെബുലയ്ക്കകത്തുണ്ടായി ഗ്യാസ് എല്ലാം കണ്ടൻസ് ചെയ്ത് ഇത് പിന്നീട് സ്റ്റാർ ആയി മാറിയതാണ്. ഇനി അടുത്ത പ്രധാന ചോദ്യം ഇതിനകത്ത് നിന്നുള്ള NCERT കിടക്കുന്ന ചോദ്യം, എങ്ങനെയാണ് സ്റ്റാർ ഷൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് സ്റ്റാർ ഷൈൻ ചെയ്യുന്നത്? സോ സ്റ്റാർസ് ആർ ബോൺ ഇൻ ടു ഹ്യൂജ് ക്ലൗഡ്സ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ഇൻ സ്പേസ് കോൾഡ് നെബുലെ. ഗ്രാവിറ്റി പുൾസ് ദ ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ടുഗദർ ക്രിയേറ്റ് എ ഡെൻസ് കോർ. ഇതാണല്ലോ ഇപ്പോൾ സ്റ്റാറിന്റെ ഡെഫിനേഷൻ നമ്മൾ മനസ്സിലായത്. സോ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ കോമ്പണൻസ് മനസ്സിൽ വേണം. സ്റ്റാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് കോമ്പണൻസാണ് വേണ്ടത്? ഒന്ന്, ഹ്യൂജ് ക്ലൗഡ് ഓഫ് ഗ്യാസ് ഉണ്ട്, ഡസ്റ്റ് ഇൻ സ്പേസ് ഉണ്ട്. ഇതെല്ലാം കൂടെയാണ് നെബുലെ. ഗ്രാവിറ്റി ആണ് ഈ നെബുലേനെ പിടിച്ചു നിർത്തുന്നത്. പുൾസ് ദ ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ടുഗദർ. ഒരു ഡെൻസ് കോർ ഉണ്ടാവും, ഭയങ്കര ഡെൻസ് കോർ ഉണ്ടാവും. ഈ ഡെൻസ് കോർ ആണല്ലോ പിന്നീട് സ്റ്റാർ ആയെന്ന് പറഞ്ഞത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഗ്യാസ് ക്ലൗഡും ഡസ്റ്റും നെബുല എന്ന് പറയുന്ന സാധനത്തിനെ ഗ്രാവിറ്റി പുൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ടുഗദർ, ക്രിയേറ്റിംഗ് എ ഡെൻസ് കോർ. ഇനി ആസ് ദ കോർ ഗെറ്റ്സ് ടൈറ്റർ, ഈ കോർ ഇങ്ങനെ ടൈറ്റായി വരുമ്പോൾ ഇത് ഹീറ്റ് ആവും, ഇത് ചൂടാവും. Once it becomes hot enough, nuclear fusion starts. This is when hydrogen atoms smash together to form helium, releasing a lot of energy. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഓർത്ത് വെക്കുക, നെബുല എന്ന് പറയുന്ന സാധനം ക്ലൗഡ്സ് ഓഫ് ഗ്യാസ്, ഡസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് നെബുലയായി ഗ്രാവിറ്റി ഇതിനെ ഒരുമിച്ച് ടുഗദറായിട്ട് പിടിച്ച് ഒരു ഡെൻസ് കോർ ഉണ്ടാക്കും. ഈ കോർ ടൈറ്റായി വരുമ്പോഴേക്കും, ഈ കോർ ഇങ്ങനെ ടൈറ്റായി വരുമ്പോഴേക്കും ഭയങ്കരമായ ഹീറ്റ് പുറത്തുവിടും. ഈ ഹീറ്റ് ഇങ്ങനെ പുറത്തുവിടും. ഇറ്റ് ബിക്കംസ് റിയലി ഹോട്ട്. ഇത് ഹോട്ട് ആവുമ്പോഴാണ് പതുക്കെ ഫ്യൂഷൻ നടക്കുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. സോ ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം സ്മാഷ് ചെയ്തിട്ട് അത് ഹീലിയം, ലോട്ട് ഓഫ് എനർജി ആയി വരും. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ടാണ് സ്റ്റാർസ് ഷൈൻ ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ ഒരു പ്രോസസ്സ് സയൻസ് ആണെന്ന് തോന്നുമെങ്കിലും സിവിൽ സർവീസിന്റെ PYQല് വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ എന്നൊക്കെ ചോദിച്ച പോലെ എപ്പോഴും ഓർത്ത് വെക്കാം. സോ റിമെമ്പർ അഗൈൻ, സ്റ്റാർ എന്ന് പറയുമ്പോൾ ഹ്യൂജ് ക്ലൗഡ് ഓഫ് ഗ്യാസ്, ഡസ്റ്റ് ഇൻ സ്പേസ് കോൾഡ് നെബുലെ. നെബുലെ എന്താണ്? അടുത്ത ആള് ഗ്രാവിറ്റി പുൾ ചെയ്ത് വെച്ചിരിക്കുന്നു, ഡെൻസ് കോർ ഉണ്ടായി. ഈ കോർ ടൈറ്റായി ഇത് വളരെ ടൈറ്റായി ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റംസ് കംപ്ലീറ്റ്ലി സ്മാഷ് ചെയ്ത് ഹീലിയം വന്ന് എനർജി റിലീസ് ആവും. ആ ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ടാണ് സ്റ്റാർസ് ഷൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. So simple terms, big clouds of gas and dust pulled together by gravity, dense core forms, heats up, fusion stars begin to shine. അപ്പോൾ സ്റ്റാറിന്റെ ഫോർമേഷൻ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ന്യൂക്ലിയർ ഫ്യൂഷനും കൂടെ നടക്കുമ്പോൾ ഇത് ഷൈൻ ചെയ്യുന്നു. നമ്മൾ കാണുന്ന സ്റ്റാർ ഷൈനിങ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കണ്ടോ, അത്രയും നെബുലാസ്, ഗ്യാസും ഡസ്റ്റും ക്ലൗഡൊക്കെ കൂടെ ഒരുമിച്ച് ചേരണം അത്. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദസ്. ആൻഡ് ഇനി ടൈപ്പ് ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്ന വേണമെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്കൊരു പരീക്ഷയ്ക്ക് മുഴുവൻ ചോദിക്കാൻ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും ഈ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കേട്ടിട്ടുണ്ടാവും പ്രോട്ടോസ്റ്റാർ. ഈ ഗാലക്സി ഒക്കെ ഉണ്ടായ സമയത്ത്, ബിഗിനിങ് സമയത്ത് ഗാലക്സി ഭയങ്കര കോൾഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. വളരെ കോൾഡ് ആൻഡ് ഡെൻസും ആയിരുന്നു. ഹൈഡ്രജൻ ഹീലിയം ആയിരുന്നു. വെരി ഗ്രാവിറ്റേഷൻ പുൾ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഹൈലി ഡെൻസ് കോൾഡ് പ്രോട്ടോസ്റ്റാർ. A protostar is a huge dark ball of gases. ലൈറ്റ് എമിറ്റ് ചെയ്യാത്ത ആദ്യത്തെ സമയത്തുണ്ടായിരുന്ന സ്റ്റാർ ആണ് പ്രോട്ടോസ്റ്റാർ എന്ന് പറയുന്നത്. അത് ലൈറ്റ് എമിറ്റ് ചെയ്യില്ല, ഡസ് നോട്ട് എമിറ്റ് ലൈറ്റ്. പ്രിലിംസിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാം. പ്രോട്ടോസ്റ്റാർ ഡസ് നോട്ട് എമിറ്റ് ലൈറ്റ്. ആദ്യ സമയത്ത് ഇറ്റ് വാസ് വെരി കോൾഡ്. പിന്നെ ഇത് ഓൾറെഡി സ്റ്റാറിന്റെ ഫോർമേഷൻ നമ്മൾ പഠിച്ചല്ലോ. നെബുല ആണെങ്കിലും ഡസ്റ്റ് ആൻഡ് കോൾഡ് ആണെങ്കിലും ഗ്രാവിറ്റി ആണ് ടുഗദർ പുൾ ചെയ്യുന്നത്. അതേപോലെ
ഇറ്റ് ഡസ് നോട്ട് എമിറ്റ് ലൈറ്റ്. പ്രോട്ടോസ്റ്റാർ. ഇനി സ്റ്റാർ, ഫർദർ കോൺട്രാക്ഷൻ. ഈ പ്രോട്ടോസ്റ്റാർ ആയതിനു ശേഷം പതുക്കെ ഈ സ്റ്റാർ ഫോർമേഷനിൽ ഹൈഡ്രോജൻ ഗ്യാസസ് ടെമ്പറേച്ചർ ഒക്കെ വന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഹീലിയം ട്രമോണ്ടസ് എമൗണ്ട് ഓഫ്, ഇതാണ് സ്റ്റാർ ഷൈൻ ചെയ്യാനുള്ള കാരണം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ആദ്യം ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. ന്യൂക്ലിയർ ഫ്യൂഷൻ വന്നതിന് ശേഷമാണ് സ്റ്റാർ ഷൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാറിന്റെ കോൺസെപ്റ്റ് കൂടെ നമുക്കിവിടെ ക്ലിയർ ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത റെഡ് സ്റ്റാർ ആണ്. ഫ്യൂഷൻ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇങ്ങനെയുള്ള സാധനം നമ്മൾ പറഞ്ഞു. സ്റ്റാർ പതുക്കെ ഒരു സ്റ്റാർ ആയി മാറി. ഈ സ്റ്റാർ പതുക്കെ ഫ്യൂഷനിലൂടെയാണ് ഷൈൻ ചെയ്യുന്നത്. ഫ്യൂഷൻ ഒക്കെ വന്ന് ഇത് വളരെ ക്ലോസ് ആയിട്ട് ടൈറ്റായി ഹൈഡ്രോജൻ ആറ്റംസ് പോയി സ്മാഷ് ചെയ്ത് ഹീലിയം വന്ന് എനർജി റിലീസായി ഇത് ഷൈൻ ചെയ്യാൻ തുടങ്ങും. ഈ ഷൈനിങ് കഴിഞ്ഞ് ഫ്യൂഷൻ നിൽക്കും. ഫ്യൂഷൻ സ്റ്റോപ്സ് ഇൻ ദ കോർ വെൻ ഹൈഡ്രോജൻ ഗെറ്റ് എക്സോസ്റ്റഡ്. ഈ ഹൈഡ്രോജൻ ഇനി സ്മാഷ് ചെയ്യാനില്ല, ഹൈഡ്രോജൻ തീർന്നു, സ്മാഷ് ചെയ്യാനില്ല, ഹീലിയം ഉണ്ടാക്കാനില്ല. അങ്ങനെ വരുമ്പോൾ വളരെ കുറച്ച് ഹൈഡ്രോജൻ മാത്രമേ ബാക്കി വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ആ ബാക്കി വരുന്ന ഹൈഡ്രോജൻ വെച്ച് മാത്രം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നു വെച്ചാൽ അൺസ്റ്റേബിൾ ആവും. ഈ അൺസ്റ്റേബിൾ ആവുന്ന സമയത്താണ് സ്റ്റാറിന്റെ കളർ റെഡ് ആയി മാറുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ പ്രോസസ്സ് ഒന്ന് ഓർത്ത് വെക്കുക. റെഡ് സ്റ്റാർ ഓൾറെഡി സ്റ്റാർ പ്രോട്ടോസ്റ്റാർ, ആദ്യ സമയത്ത് പ്രോട്ടോസ്റ്റാർ, ലൈറ്റ് ഇല്ലാത്ത പ്രോട്ടോസ്റ്റാർ, പിന്നെ സ്റ്റാർ ഷൈൻ ചെയ്യാൻ തുടങ്ങി. ഫ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ സ്മാഷ് ചെയ്യാൻ ഹൈഡ്രോജൻ ഇല്ല ഇനി. അപ്പൊ കുറച്ചുള്ള ഹൈഡ്രോജൻ എല്ലാം കൂടെ ചേർന്നിട്ട് അത് അൺസ്റ്റേബിൾ ആകുമ്പോഴാണ് ഇതിന്റെ റെഡ് കളർ വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെർക്കുറി വീനസ് എർത്തിനകത്തൊക്കെ യു ക്യാൻ സി അങ്ങനെയാണ് ഇത് റെഡ് സ്റ്റാർ ആയി മാറുന്നത്. ഇനി റെഡ് സ്റ്റാർ ആയി മാറി കോർ ഷ്രിങ്ക് ചെയ്ത് ഒരു ഡെൻസ് ബോൾ ഓഫ് മാറ്റർ ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ. ദിസ് ലീഡ്സ് ടു അനദർ സെറ്റ് ഓഫ് ഫ്യൂഷൻ റിയാക്ഷൻ. ഇനി അടുത്തത് ഈ റെഡ് സ്റ്റാർ ഇതിന്റെ ഔട്ടർ എൻവലപ്പ് ഒക്കെ നഷ്ടപ്പെടുമല്ലോ, പോർഷനൊക്കെ പോയി, റെഡ് സ്റ്റാർ ആയി മാറി, ഹൈഡ്രോജൻ ഒന്നും ഇല്ല. അങ്ങനെ ഇത് കുറെ കഴിഞ്ഞ് ഇത് ചെറുതായി ഇത് ഷ്രിങ്ക് ചെയ്ത് വരും. ഈ ഇതിന്റെ ഫ്യൂഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ചെറുതായി വരുമ്പോൾ ഇനി ഫ്യൂസ് ചെയ്യാൻ ഹൈഡ്രോജൻ ഇല്ല. അപ്പൊ ഹീലിയം എല്ലാം കൂടെ ചേർന്ന് ഇത് കാർബൺ ആയി മാറും. അങ്ങനെ ഫ്യൂൽ എല്ലാം കൂടെ തീർന്ന് ഇറ്റ്സ് ഓൺ ഇത് വളരെ ചെറിയ ഒരു ഡ്വാർഫ് സ്റ്റാർ ആയി മാറും. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന സംഭവത്തിൽ നിന്നും ഇത് വളരെ ചെറിയ ഡ്വാർഫ് സ്റ്റാർ ആയി മാറും എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് സൂപ്പർനോവ എന്താന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു, പ്രോട്ടോസ്റ്റാർ ആയിരുന്ന ലൈറ്റ് ഇല്ലാതിരുന്ന സ്റ്റാർ ആയി മാറി. സ്റ്റാർ ഓർത്ത് എന്റെ കൂടെ പറയാൻ പറ്റുന്നുണ്ടോ? സ്റ്റാർ ആയി മാറി. ഇനി അത് സ്റ്റാർ ഷൈൻ ചെയ്യാൻ തുടങ്ങി. ഹൈഡ്രോജൻ ഒക്കെ സ്മാഷ് ചെയ്ത് ഹീലിയമായി ഒരുപാട് എനർജി കൊണ്ടുവന്നു. ഇത് കുറെ കഴിഞ്ഞപ്പോൾ ഫ്യൂഷൻ നിന്നു, ഹൈഡ്രോജൻ തീർന്നു പോയി. അപ്പൊ റെഡ് സ്റ്റാർ ആയി മാറും. റെഡ് സ്റ്റാറും തീർന്ന് ഹൈഡ്രോജൻ ഒന്നും ഇനി ഫ്യൂസ് ചെയ്യാനൊന്നും ഇല്ല. അവസാനം ഉള്ള ഹീലിയം ഒക്കെ കൂടെ ചേർന്ന് അത് കുറച്ച് കഴിഞ്ഞ് കാർബൺ ആയി മാറി. കുറെ കഴിയുമ്പോൾ അത് റെഡ് സ്റ്റാർ മാറും എന്നാണ് നമ്മളിവിടെ ജസ്റ്റ് കണ്ടത്. പിന്നെ അത് ഡ്വാർഫ് സ്റ്റാർ ആയി മാറും. വളരെ ചെറുതായി ഒരു ഡ്വാർഫ് സ്റ്റാർ ആയി മാറും. പിന്നെ മാസാണ്, സ്റ്റാറിന്റെ മാസ് വെച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് സ്റ്റാറിന്റെ മാസ് ഇവാലുവേറ്റ് ചെയ്യാം. അതിന്റെ പേരിൽ വരുന്ന കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്ട്രോയിഡ് എന്താ, ഞാൻ പ്ലാനറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ കണ്ടോ 1.44 ടൈംസ് സണ്ണിന്റെ വരുന്നുണ്ടെങ്കിൽ ദർ റിമെയിൻസ് ഇനഫ് ഹീലിയം ഇൻ ദ കോർ ഫോർ ഫ്യൂഷൻ. ദ ഔട്ടർ എക്സ്പ്ലോഡ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആണ്. മാസ്, സ്റ്റാറിന്റെ മാസ് സണ്ണ്, ഈ സ്റ്റാറും സണ്ണും കമ്പയർ ചെയ്ത് പോവാണ്. ഇതിന്റെ കമ്പാരിസൺ മൊത്തം ഇങ്ങനെയാണ്. ഒരു സ്റ്റാറും ഒരു സണ്ണും തമ്മിലാണ് കമ്പാരിസൺസ് വരുന്നത്. സ്റ്റാറിന്റെ മാസ് 1.44 ടൈംസ് സണ്ണിന്റെ സമയത്ത് വരുന്ന സമയത്ത് there remains enough helium in the core of the fusion reaction. The outer envelope explodes. അതായത് ഹൈഡ്രോജൻ എല്ലാം കഴിഞ്ഞു, ബാക്കി ഹീലിയം ഉണ്ട്. ആ ഹീലിയം ഇനഫ് ആണ്. അതൊരു ഫ്യൂഷൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഹീലിയം ഉണ്ട്. ഒരു വലിയ പൊട്ടിത്തെറി നടക്കുകയാണ്. അതാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മാസ് 1.44 ടൈംസ്, ഇവിടെ സ്റ്റാറും ഇത് സണ്ണും. The mass of the star is between 1.44 to 3 times that of the sun. സണ്ണിനെക്കാട്ടും 3 ടൈംസ് അല്ലെങ്കിൽ 1.44 ടൈംസ് ഹയർ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുന്ന സംഭവത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രോൺ സ്റ്റാർ. അപ്പോഴാണ് ഇത് ന്യൂട്രോൺ സ്റ്റാർ ആയി മാറുന്നത്. ആലോചിക്കണം, 1.44 ആദ്യം സൂപ്പർനോവ എക്സ്പ്ലോഷൻ, ഹീലിയം വേണം കേട്ടോ അതിന്. രണ്ടാമത് 1.44 3 ടൈംസ് വരുന്ന സമയത്ത് ന്യൂട്രോൺ സ്റ്റാർ. അതിനപ്പുറത്തേക്ക് വരികയാണെങ്കിൽ
ബിഗർ ദാൻ 3 times ദാറ്റ് ഓഫ് ദ സണ്ണിന് വലുതാണ് മാസ്, സ്റ്റാറിന്റെ മാസ് എങ്കിൽ അത് ഒരു ബ്ലാക്ക് ഹോളായി മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് റിമെമ്പർ എന്താണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ, എന്താണ് ന്യൂട്രോൺ സ്റ്റാർ, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഈ ബ്ലാക്ക് ഹോള്, ന്യൂട്രോൺ സ്റ്റാർ, സൂപ്പർനോവ എല്ലാം മാസ് ബേസ് ചെയ്തിട്ടാണ്. സ്റ്റാറിൻ്റെയും സണ്ണിൻ്റെയും മാസിൻ്റെ കാൽക്കുലേഷനിലാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. വളരെ സിമ്പിളായിട്ട് ഓർക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ഓൾസോ ക്ലിയർ ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. പിന്നെ അടുത്ത NCERT-ലുള്ള വലിയ സംഭവമാണ് എന്താണ് ലൈറ്റ് ഇയർ. ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് നോട്ട് ടൈം. സമയമല്ല, ലൈറ്റ് ഇയർ ഇസ് എ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ആണ് എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പ്രിലിംസിൽ വരികയാണ്. ലൈറ്റ് ഇയർ മീൻസ് ഇറ്റ്സ് ദ മെഷർ ഓഫ് ടൈം അല്ല, ഇറ്റ്സ് ദ മെഷർ ഓഫ് ഡിസ്റ്റൻസ്. Light travels at a speed of 300,000 kilometers per second. Considering this, the distance the light will travel in 1 year is taken to be 1 light year. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഈ സ്പീഡ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ലൈറ്റ് ട്രാവൽസ് അറ്റ് ഏത് സ്പീഡിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. കൺസിഡറിങ് ദിസ്, ദ ഡിസ്റ്റൻസ് ദ ലൈറ്റ് വിൽ ട്രാവൽ ഇൻ 1 year. ഡിസ്റ്റൻസ്, ഒരു ലൈറ്റ് ഒരു വർഷത്തിൽ എത്ര ഡിസ്റ്റൻസ്, കൺസിഡറിങ് ദ ഡിസ്റ്റൻസ് ലൈറ്റ് വിൽ ട്രാവൽ ഇൻ 1 year is taken to be light year ആണ്. ഇതിന്റെ വാല്യൂ ഓർത്ത് വെച്ചോളൂ. ഇതൊരു ചോദ്യമാണ്, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. UPSC പലപ്പോഴും ഈ ബോക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ യു ഷുഡ് നോ വാട്ട് യു മീൻ ബൈ ലൈറ്റ് ഇയർ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റിയും കൂടെ ഉണ്ടാവണം. മൂവിങ് ഓൺ, ലൈറ്റ് ഇയർ കഴിഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലിത്തോസ്ഫിയർ ഉണ്ടായത്. എങ്ങനെയാണ് ലിത്തോസ്ഫിയർ ഉണ്ടായതെന്നുള്ളൊരു കാൽക്കുലേഷൻ. ഇതും വളരെ ചോദ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ജോഗ്രഫിയിൽ കുറെ കോൺസെപ്റ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കോൺസെപ്റ്റ്സ് ഒന്നേന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലം ലിത്തോസ്ഫിയർ ആണോ, എർത്തിന്റെ ഔട്ടർ ലെയർ ആണോ ലിത്തോസ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് ശരിക്കും എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള അതിന്റെ ജെനസിസ് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം ഒരു കഥ പോലെ ഓർത്ത് വെച്ചാൽ മതി. റിവിഷൻ ആണെങ്കിൽ പോലും കഥ പോലെ ഓർത്ത് വെക്കുക. എർത്ത് സ്റ്റാർട്ടഡ് ആസ് എ ഹോട്ട് മെസ്സി ബോൾ. എർത്ത് ഒരു ചെറിയ ബോളാണ്, അത് വളരെ ചൂടുള്ള. Earth was forming. It was a hot, molten and chaotic material. ഭയങ്കര ചൂടുള്ള ചെറിയൊരു ബോൾ ആണെന്നുള്ളത് സങ്കല്പിക്കുക. അങ്ങനെയാണ്. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ ബോയിലിംഗ് പോട്ട് ഓഫ് സൂപ്പ്. എവറിഥിങ് വാസ് മിക്സ്ഡ് അപ്പ് ആൻഡ് വെരി ഹോട്ട് ബിക്കോസ് ഓഫ് ദ എനർജി ഫ്രം ദ എർത്ത്സ് ഫോർമേഷൻ. എർത്ത് ഉണ്ടായത് തന്നെ വലിയ എനർജിയിലാണ്. അപ്പോൾ എർത്ത് ചെറുതാണ്, ഒരു ചെറിയ ബോൾ ആണെന്നുള്ളത് 4.6 ബില്യൺ ഇയേഴ്സ് ഒക്കെ ഒരു ബോൾ ആണെന്നുള്ളത് സങ്കല്പിക്കുക. അപ്പൊ ലിത്തോസ്ഫിയർ ഉണ്ടാവണമെങ്കിൽ ഈ കഥ മനസ്സിലാക്കണം. ഈ കഥ എൻ്റെ കൂടെ മനസ്സിലാക്കുക. ഈ ചെറിയൊരു സൂപ്പ് പോലെ എല്ലാം മിക്സ്ഡ് ആണ്, ഒരു ചെറിയ ബോൾ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട തിങ്സ് സ്റ്റാർട്ടഡ് ടു കൂൾ ആൻഡ് സോർട്ട് ദെംസെൽസ് ഔട്ട്. സമയം കടന്നു പോയപ്പോൾ ദ എർത്ത് ബിഗാൻ ടു കൂൾ ഡൗൺ എ ലിറ്റിൽ. ഭയങ്കര ചൂടായിരുന്ന ഈ ബോള് പിന്നീട് കൂളായി. കുറെ കാലം കഴിയുമ്പോൾ ചൂട് നിലനിൽക്കില്ലല്ലോ, ചൂട് കുറയുമല്ലോ. ഈ ചൂട് കുറഞ്ഞത് കൂൾ ഡൗൺ ആയി വന്നപ്പോൾ the temperatures and pressures were so high that the materials inside the earth started to separate based on how heavy that was. Very very important. അതായത് എർത്ത് ഇങ്ങനെ ചെറിയൊരു ബോൾ ആയിരുന്നു, ചെറിയൊരു ഹോട്ട് മോൾട്ടൺ സംഭവം കൂളായി വന്നപ്പോൾ ഇത് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി, വേർതിരിക്കാൻ തുടങ്ങി കാര്യങ്ങളെ. അപ്പോൾ വേർതിരിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സാണ്, ഇറ്റ്സ് കോൾഡ് ഡിഫറൻസിയേഷൻ. ഈ വേർതിരിക്കുന്നത് നമ്മൾ എന്തിന്റെ ബേസിസിലാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ബേസ് ചെയ്തിട്ടാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അകത്ത് വന്നപ്പോൾ ഹൗ ഹെവി ദാറ്റ് വാസ്, എത്രത്തോളം ഹെവി ആയിരുന്നു, എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ് വന്നത്. അതിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എർത്ത് ഒരു മോൾട്ടൺ സാധനം, ഇത് കൂൾ ഡൗൺ ആയി വന്നു, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേഷൻ നടക്കാൻ തുടങ്ങി. ഏറ്റവും വെയിറ്റ് ഉള്ളത്, ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് അയൺ, നിക്കൽ സാങ് ടു ദ സെന്റർ ബിക്കോസ് ദേ വർ ഡെൻസർ. എർത്തിന്റെ സെന്ററിലേക്ക് വന്നു. ഇങ്ങനെ നോക്കിയാൽ മതി. അതിന്റെ സെന്ററിലേക്ക് വെയിറ്റ് കൂടിയതെല്ലാം കൂടെ സെന്ററിലേക്ക് വന്നു ബിക്കോസ് അത് ഭയങ്കര ഡെൻസ് ആണ്. അയൺ, നിക്കൽ, ഇതാണ് എർത്തിന്റെ കോർ എന്ന് പറയുന്നത്, അകത്തുള്ള എർത്തിന്റെ കോർ. അപ്പോൾ ഇത് കൂളായതുകൊണ്ടാണ് ഇങ്ങനെ വേർതിരിക്കാൻ തുടങ്ങിയത്. ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ് ഓർത്ത് വെച്ചോണം. ആൻഡ് ലൈറ്റർ സ്റ്റഫ്, സിലിക്കൺ, ഓക്സിജൻ, ഇതെല്ലാം കൂടെ ഫ്ലോട്ട് ചെയ്ത് ബിക്കോസ് ദേ വർ ലെസ് ഡെൻസ്, ഇതിങ്ങനെ ഔട്ടർ ലെയറിൽ പോയി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ തുടങ്ങി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഔട്ടർ ലെയറിൽ പോയി ഫ്ലോട്ട് ചെയ്യാൻ കിടക്കുന്നതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിന് വെയിറ്റ് ഇല്ല. ഇതും ഡിഫറൻസിയേഷന്റെ പ്രോസസ്സ്. ഇതുകൊണ്ടാണ് ഇത് അവിടെ കുറച്ച് ഇങ്ങനെ പോയി കിടന്നപ്പോൾ
ഇത് ലൈറ്റർ സ്റ്റഫ് അവിടെ അങ്ങനെ പോയി എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടെ പോയി ഇത് 2 ലെയറിൽ കടന്നു. പിന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യം അടുത്തത് ഒരു വലിയ ക്രാഷ് സംഭവിച്ചു എന്നാണ്. ഒരു മാസീവ് കൊലിഷൻ സംഭവിച്ചു. മാർസിന്റെ സൈസിലുള്ള ഒരു സംഭവം ഏർത്തിൽ വന്ന് ഇടിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏതാണ് മാർസിന്റെ സൈസുള്ള സാധനം ഏർത്തിൽ വന്ന് ഇറ്റ് കൊലൈഡഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് കംപ്ലീറ്റ്ലി കൊലൈഡഡ്. 2 പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ആണ് ഈ കൊലിഷൻ. ഈ ഇടിയിൽ സംഭവിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏർത്ത് പിന്നെയും ചൂടായി. ഓൾറെഡി നല്ല ചൂടായിരുന്ന സാധനം തണുത്തിട്ടാണ് സെപ്പറേഷൻ നടന്നത്, ഡിഫറൻസിയേഷൻ നടന്നത്. ഇത് പിന്നെയും ചൂടായി. ഇറ്റ് ഹീറ്റ് മേക്കിംഗ് ഇറ്റ് ഈവൻ ഹോട്ടർ. ഇറ്റ് ത്രൂ ഔട്ട് എ ലോട്ട് ഓഫ് മെറ്റീരിയൽ ഇൻ ടു ദ സ്പേസ് വിച്ച് ഇവന്റ്വലി, ഇത് കുറെ ചൂടായപ്പോൾ അകത്തു നിന്ന് ഒരുപാട് മെറ്റീരിയൽ തെറിച്ച് ചൂട് കാരണം ആകാശത്തേക്ക് പോയി ഇങ്ങനെ പതിച്ചു. അങ്ങനെയാണ് മൂൺ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഉണ്ടായിരുന്ന എർത്ത് ഓൾറെഡി കൂൾ ഡൗൺ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് മാസിന്റെ സൈസിലുള്ള സാധനം വന്ന് ഇടിച്ചപ്പോൾ 2 പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ ഉണ്ടായി. ഒന്ന്, ഇത് പിന്നെയും ഹീറ്റായി. ഈ ഹീറ്റായി കഴിഞ്ഞപ്പോൾ ഇതിനകത്തു നിന്നുള്ള കുറെ മെറ്റീരിയൽസ് എല്ലാം കൂടെ വേറെ സ്ഥലത്ത് പോയി കിടന്ന് ഇതാണ് പിന്നീട് മൂണായി മാറിയതെന്ന് വിശ്വസിച്ചത്. സോ ഇത് ഈ മൂൺ ഉണ്ടായതിനെക്കാട്ടും കൂടുതൽ ഈ ഒരു ക്രാഷ് ഏർത്തിന്റെ ലേയേഴ്സിനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ തുടങ്ങി. അവിടെയാണ് പോയിന്റ്. എർത്തിന്റെ ലേയേഴ്സ് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കാണാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആഫ്റ്റർ ദ ക്രാഷ് എർത്ത് കെപ്റ്റ് കൂളിംഗ് ആൻഡ് ഓർഗനൈസിങ് ഇൻ ടു ലേയേഴ്സ്. വളരെ ക്ലിയർ. അപ്പൊ ആ ഒരു പ്രോസസ്സ് ക്ലീൻ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓർത്ത് വെക്കുക, ആദ്യം എർത്ത് എന്ന് പറഞ്ഞ ചെറിയ സാധനം വളരെ ഹോട്ടായിരുന്നു. ഇത് കൂളായി. ഇത് കൂളായതിനു ശേഷം ലേയേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. ഇത് കൂളായതിനു ശേഷം പിന്നെ ഡിഫറൻസിയേഷൻ വന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സ്കാറ്റർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വെയിറ്റ് ഉള്ള സാധനങ്ങളെല്ലാം നടുക്ക് സെന്ററിലേക്ക് വന്നു. അയൺ, നിക്കലൊക്കെ പോലത്തെ സംഭവങ്ങൾ, വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ സർഫസിലേക്ക് പോകാൻ തുടങ്ങി. അതാണ് ഓക്സിജൻ അങ്ങനത്തെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതാണ് ലെയർ, ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ക്രാഷ് വന്നതിന് ശേഷം, മാസിന്റെ സൈസുള്ള സാധനം ഇടിച്ചതിന് ശേഷം എന്ത് പറ്റുന്ന വെച്ചാൽ ഇതിന്റെ ലേയേഴ്സ് ഒന്നുകൂടെ ക്ലിയർ ആയി. അങ്ങനെയാണ് നമുക്കിന്ന് ക്രസ്റ്റ്, മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ എന്നൊക്കെയുള്ള പേരിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇത് പരീക്ഷയുടെ PYQ'ൽ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സോ ഹാവ് എ വെരി വെരി ഗുഡ് ക്ലാരിറ്റി റിഗാർഡിങ് എന്താണ് ഇതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന്, ഔട്ടർ മോസ്റ്റ് സോളിഡ് ലെയർ ക്രസ്റ്റ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നടുക്കുള്ളത് ഡിഫറൻസിയേഷൻ കാരണം നടുക്കുള്ളതെല്ലാം വളരെ ഹെവി ആയിട്ടുള്ള സാധനം വന്നു. അതാണ് എർത്തിന്റെ കോർ എന്ന് പറയുന്നത്. ഔട്ടർ ലെയർ, ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് ലെയർ വേർ വി ലിവ് ഇസ് ദ ലൈറ്റസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് ഡെൻസ്. മനസ്സിലായല്ലോ അതെന്തായി, ഇതിന്റെ കാരണം മനസ്സിലായില്ലേ? കാരണം സെപ്പറേഷൻ നടന്നപ്പോൾ, ഡിഫറൻസിയേഷൻ നടന്ന സമയത്ത് ലൈറ്റർ കാര്യങ്ങൾ സർഫസിൽ വന്നു. അതാണ് ലൈറ്റസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് ഡെൻസ്. ഇതൊക്കെ പ്രിലിംസിന് ചോദ്യമാകും, ചോദിക്കാം. ക്രസ്റ്റ് ഇസ് ദ ലീസ്റ്റ് ഡെൻസ്. അത് ഓർമ്മ വേണം. ആ പടം ഓർത്ത് വെച്ചോണം. ഇവിടെ ഉള്ളതെല്ലാം ഡെൻസിറ്റി കുറവാണ്. കാരണം അതുകൊണ്ടാണല്ലോ തെറിച്ച് അവിടേക്ക് വന്നത്. നടുക്കുള്ളത് ഭയങ്കര ഡെൻസാണ്. അയൺ പോലത്തെ സാധനങ്ങൾ ആ പൊട്ടിത്തെറിയിൽ ഇതിങ്ങനെ വന്ന് സെപ്പറേറ്റ് ആയി. ഇനി തൊട്ട് താഴെ മാന്റിൽ, a thick layer below the crust made of semi-solid rock that can flow slowly. ഇത് നടുക്കുള്ള ക്രസ്റ്റിന്റെ ഇപ്പുറത്തെ സ്ഥലം. നമുക്ക് അടുത്ത പടം കണ്ടാൽ നിങ്ങൾക്ക് ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഈ പടം വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കണ്ടോ, ക്രസ്റ്റിന്റെ താഴെ അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ എന്ന് വിളിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ട്. ഈ മാന്റിൽ എന്ന് വിളിക്കുന്ന സാധനം, അപ്പർ മാന്റിൽ എന്ന് വിളിക്കുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് തിക്ക് ലെയർ ബിലോ ദ ക്രസ്റ്റ് ആണ്, മെയ്ഡ് ഓഫ് സെമി സോളിഡ് റോക്ക് ആണ്. സെമി സോളിഡ് എന്ന വാക്ക് ഓർത്ത് വെക്കണം. പിന്നെ കോർ ഉണ്ട്, അതിന്റെ ഔട്ടർ കോർ, ഇന്നർ കോർ ഉണ്ട്. ഔട്ടർ കോർ ലിക്വിഡ് ലെയർ ഓഫ് മോൾട്ടൺ അയൺ ആൻഡ് നിക്കൽ ആണ്. ഔട്ടർ, ഇത് ഈ കോറിന്റെ, ഇതാണ് കോർ എന്ന് വിചാരിക്കുക. അതിന്റെ ഔട്ടർ പോർഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അത് ലിക്വിഡ് ലെയർ ആണ്. ഇന്നർ ഇസ് എ സോളിഡ് ബോൾ ഓഫ് സൂപ്പർ ഹോട്ട് അയൺ ആൻഡ് നിക്കൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഓർത്ത് വെക്കുക. നടുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നടുക്ക് ഇതാണ് സർഫസിലെ ഡെൻസ്. ഇത് ഇന്റൻസിറ്റി കൂടുതലാണ്. കോറിനകത്ത് തന്നെ പുറത്തുള്ള ഔട്ടർ കോർ ഉണ്ട്, ഇന്നർ കോർ ഉണ്ട്. ഈ ഔട്ടർ കോർ ലിക്വിഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിനകത്ത് അയണും നിക്കലും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഹെവി സാധനങ്ങളാണ് അതിനകത്ത് വന്നത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് സൂപ്പർ ഹോട്ടാണ്. അതിന്റെ താഴെ പുറത്ത് കിടക്കുന്നതെല്ലാം ലിക്വിഡ് ടൈപ്പ് ആണ്. അകത്തുള്ളത് സോളിഡ് ആണ്. സോളിഡ് ബോൾ ഓഫ് ഹോട്ട് അയൺ ആൻഡ് നിക്കൽ ആണ്. ഓക്കെ. പിന്നെ അകത്തേക്ക് ദ ഡീപ്പർ യു ഗോ ദ ഡെൻസർ ദ മെറ്റീരിയൽ ഗെറ്റ്സ്. സോ ക്രസ്റ്റ് ഇസ് ദ ലൈറ്റസ്റ്റ് ആൻഡ് ഇന്നർ കോർ ഇസ് ദ ഹെവിയസ്റ്റ്. അകത്തേക്ക് പോകും തോറും ഇത് ഡെൻസായി വരും. സോ പുറത്ത് കാണുന്ന ക്രസ്റ്റ് ആണ് ഏറ്റവും ലൈറ്റസ്റ്റ്. അകത്തുള്ള ഇന്നർ കോർ ആണ് ഏറ്റവും ഹെവി ആയിട്ടുള്ളത് എന്നുള്ള പോയിന്റും കൂടെ നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെക്കണം.
ഓക്കെ, ദാറ്റ് ഈസ് ക്ലിയർ. സോ ഓർത്ത് വെച്ചോളൂ, ക്രസ്റ്റ് ഈ പോർഷൻ ഡെഫിനറ്റ്ലി, ആൻഡ് മാൻറ്റിൽ, ഇതിനകത്ത് വരുന്ന ഈ ഒരു ഏരിയ മാൻറ്റിൽ കാണിക്കുന്നുണ്ട്, അപ്പർ മാൻറ്റിൽ, ലോവർ മാൻറ്റിൽ. പിന്നെ കണ്ടോ ഇന്നർ കോളിഡ്സ്, ഇത് ഔട്ടർ ലിക്വിഡ് ആണ്, ഇത് ലിക്വിഡ് ആണ്, നിക്കലും അയണും ലിക്വിഡ് ഷേപ്പിലാണ്. ഇന്നർ എന്ന് പറയുന്നത് കോർ സോളിഡ് ആണ്, അകത്ത് വളരെ സോളിഡ് ആണ്. ഈ കാണും വളരെ സോളിഡ് ആണ്, ഈ സംഭവം വളരെ സോളിഡ് ആണ്. ഇത് മോൾട്ടൻ ലിക്വിഡ് ആണ്, അയണും നിക്കലും തന്നെയാണ്. അകത്തോട്ട് പോകുന്തോറും ഡെൻസായി വരും, പുറത്തോട്ട് പോകുന്തോറും ലൈറ്റായി വരും എന്നുള്ളതും കൂടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റ് പ്ലസ് ദ ടോപ്പ് പാർട്ട് ഓഫ് ദ മാന്റിൽ ആണ്, വിച്ച് ഇസ് ഓൾസോ സോളിഡ് ആൻഡ് റിജിഡ്. അപ്പോൾ ലിത്തോസ്ഫിയർ നമ്മൾ താമസിക്കുന്ന എന്ന് വിളിക്കുന്നത് ക്രസ്റ്റ് മാത്രമല്ല, അപ്പർ പാർട്ട്, ടോപ്പ് പാർട്ട് ഓഫ് ദ മാന്റിലും കൂടെ ആണെന്നുള്ളതും കൂടെ മനസ്സിലായിക്കോ. അതായത് ഇത് മാത്രമല്ല, ക്രസ്റ്റ് മാത്രമല്ല, ടോപ്പ് പോർഷൻ അപ്പർ മാന്റിലും കൂടെ ചേർന്നിട്ടുള്ളതാണ് ലിത്തോസ്ഫിയർ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ലിത്തോസ്ഫിയർ നമുക്ക് വിളിക്കാൻ പറ്റുക. ഈ ലെയറാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. So over the time the crust cooled and hardened, the lithosphere became the strong outer shell of the earth. ഇന്ന് കാണുന്ന എർത്തിന്റെ നമ്മൾ ഇന്ന് എർത്ത് എന്ന് പറയുന്നതിന്റെ ഔട്ടർ ഷെല്ലാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഇത് പിന്നീട് ടെക്ടോണിക് പ്ലേറ്റ്സ് ആയി മാറിയിട്ടുണ്ട്. നമ്മൾ പിന്നീട് അത് അടുത്തതിൽ പഠിക്കും. ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. സോ ലിത്തോസ്ഫിയർ അങ്ങനെയാണ് ഉണ്ടായത്. ഇനി അടുത്തത് സിമിലർ ആയിട്ടുള്ളത്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കാം. ഒരു ചെറിയ ഇതേപോലെ തന്നെ ഒരു കഥ പോലെ നമുക്ക് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ഉണ്ടായതെന്നുള്ള ചോദ്യമുണ്ട്. ഇതെങ്ങനെ ഉണ്ടായത്, അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. സോ ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ദാറ്റ്. അറ്റ്മോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിന്റെ എവല്യൂഷൻ. കാരണം ഈ ചോദ്യമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുക NCERT-യിലൊക്കെ വളരെ സിമ്പിൾ കാര്യമാണത്. ശരിക്കും വളരെ ഡെപ്തിലാണ് ഇതെല്ലാം ചോദിക്കുന്നത്, പ്രിലിംസിന് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്ലാരിറ്റി ഉണ്ടാവണം. നമുക്ക് അതിന് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ജോഗ്രഫിയിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കഥയൊന്ന് മനസ്സിലാക്കാം. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിന്റെ ബ്ലാങ്കറ്റ് ആണ്, ഓഫ് എയർ ആണ്, എർത്ത് ലൈക്ക് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രോസ്ഫിയർ, അപ്പോൾ എർത്ത് എന്ന് പറയുന്നതിന്റെ മുകളിൽ നമുക്ക് ആകാശത്ത് നമുക്കുള്ള ചുറ്റുമുള്ള ഒരു ബ്ലാങ്കറ്റ് ഓഫ് എയർ ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം, നദി, തടാകം ഇതൊക്കെയാണ് താഴെ. അപ്പോൾ നമുക്ക് ഒന്ന് മുകളിൽ ഒന്ന് താഴെ എന്നുള്ള രീതിയിൽ അറിയാം. ബ്ലാങ്കറ്റ് ഓഫ് എയർ, എയർ ഇവിടെ ഉണ്ട്, വാട്ടർ ഇവിടെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ നമ്മൾ കഥ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ എർത്തിനെ കുറിച്ചൊരു കഥ പറഞ്ഞ പോലെ, ഒരു മോൾട്ടൻ ബോൾ ആണെന്ന് പറഞ്ഞ പോലെ, ഇവിടെ എർത്ത് ലോസ്റ്റ് ഇറ്റ്സ് ഫസ്റ്റ് എയർ. ആദ്യം when the earth was born 4.6 billion years ago, it had very thin atmosphere made of light gases like hydrogen and helium. ഇത് ഒബ്വിയസ്ലി നമുക്കറിയാം. ആദ്യം സ്റ്റാർ ഉണ്ടായ സമയത്ത് നമ്മൾ പഠിച്ചില്ലേ, സ്റ്റാർ ഉണ്ടാവുന്ന സമയത്തും ആദ്യം അങ്ങനെ തന്നെയാണ്. പിന്നീട് അതിനകത്തുള്ള ഹൈഡ്രജൻ സ്മാഷ് ചെയ്ത് ഹീലിയമായി, എനർജി റിലീസായി, പിന്നെ ഹീലിയം കൺവേർട്ടായി കാർബണായി, അങ്ങനെ. സോ ആദ്യ സമയത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആയിരുന്നു. സോ ഈ ഹൈഡ്രജൻ ഹീലിയം വെച്ചിട്ട് വളരെ തിന്നായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ സൺ സെൻഡ് സ്ട്രോങ് സോളാർ വിൻഡ്സ് ലൈക്ക് ബിഗ് ഗസ്റ്റ് ഓഫ് സ്പേസ് വിൻഡ്. ദീസ് വിൻഡ്സ് ബ്ലൂ അവേ ദ ഫസ്റ്റ് അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇമാജിൻ, ആദ്യത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈഡ്രജൻ ഹീലിയമായിട്ട് ഇങ്ങനെ വളരെ തിന്നായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ സൺ ഇപ്പുറത്തുനിന്ന് സോളാർ വിൻഡ്സ് വെച്ച് ഇതിങ്ങനെ പറന്നു വന്നപ്പോൾ സോളാർ വിൻഡ്സ് അടിച്ച് ഇത് കംപ്ലീറ്റ്ലി ഈ അറ്റ്മോസ്ഫിയറിനെ അടിച്ച് തകർത്ത് കളഞ്ഞു. കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് ഷാറ്റേർഡ്. അവിടെയാണ് ദിസ് ഹാപ്പൻ ടു ഓൾ റോക്കി പ്ലാനറ്റ്സ്, നോട്ട് എസ് എർത്ത്. എല്ലായിടത്തും ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും എയർ ഇല്ല. എയർ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഹൈഡ്രോജൻ ഹീലിയത്തിനെ അടിച്ച് സോളാർ വിൻഡ്സ് അടിച്ച് തകർത്തു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്നത് ദ എർത്ത് മെയ്ഡ് ന്യൂ എയർ ആൻഡ് വാട്ടർ. എർത്ത് ഹീറ്റ് ആവും, കുറച്ച് കഴിയുമ്പോൾ കൂളാവുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ സ്റ്റാറിന്റെ കാര്യം പഠിച്ചപ്പോൾ ആദ്യം ഹീറ്റ് ആവും, പിന്നെ കൂളാവും. ആസ് ദ എർത്ത് കൂൾ ഡൗൺ, ഇറ്റ്സ് ഹോട്ട് ഇൻസൈഡ് സ്റ്റാർട്ടഡ് ടു റിലീസ് ഗ്യാസസ്. ഇത് വളരെ ഹീറ്റഡ് ആയിട്ടിരുന്ന സംഭവം കൂൾ ചെയ്തു. കൂൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്തുള്ള കുറെ, ഒരു എഞ്ചിൻ കണ്ടിട്ടുണ്ട്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റേഡിയേറ്റർ ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, ഹീറ്റാ, വണ്ടി ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക, ഇതിന്റെ ടർബൈനൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിന്നു, പെട്ടെന്ന് ഇത് കൂൾ ചെയ്യും. ചൂട് കൂൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഗ്യാസസ് മുകളിലേക്ക് പോകുമല്ലോ, ഒബ്വിയസ്ലി ഗ്യാസസ് മുകളിലേക്ക് പോകും. ഇങ്ങനെ ഗ്യാസും വാട്ടർ വേപ്പറും ആകാശത്തേക്ക് പോകാൻ തുടങ്ങി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡീ ഗ്യാസിങ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് ഡീ ഗ്യാസിങ് എന്ന് ചോദിച്ചാൽ NCERT-യിലുണ്ട്, നിങ്ങൾ ഇത് അറിയാതിരിക്കരുത്. ഡീ ഗ്യാസിങ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പഠിച്ചതാണ് എർത്തിനെ കുറിച്ചിട്ട്.
ഏർത്ത് ആദ്യം ഏർത്തിന്റെ ഗ്യാസ്, ഇതിൽ നമ്മൾ പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ പഠിക്കുന്ന ഏർത്തിന്റെ ഗ്യാസ് ആണ്, ഹീലിയം ഹൈഡ്രോജൻ ഒക്കെ തിൻ അറ്റ്മോസ്ഫിയറിനെ സോളാർ വിൻഡ് വന്ന് അടിച്ച് ആ ഗ്യാസിനെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ പുതിയ ഗ്യാസ് ഉണ്ടാവുന്ന വെച്ചാൽ ഏർത്ത് പതുക്കെ കൂൾ ഡൗൺ ചെയ്തപ്പോൾ പുതിയ വാട്ടർ വേപ്പറും സാധനങ്ങളും ഡീഗ്യാസ് ചെയ്തു. Imagine the earth like a hot potato, letting off steam. This happened because of volcanic eruptions were spitting out gases like water vapor, carbon dioxide, nitrogen, methane, ammonia. Almost oxygen illa. No oxygen at all. ഓക്സിജൻ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്തു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ്, കൂൾ ചെയ്തിട്ട് ഗ്യാസ് പതുക്കെ വിട്ടപ്പോൾ ഡീഗ്യാസിങ് വന്നു എന്നാണ് പറയുന്നത്. സോ യു ഷുഡ് നോ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡീഗ്യാസിങ്. അപ്പം ഇങ്ങനെ കുറേ അറ്റ്മോസ്ഫിയർ ഡീഗ്യാസിങ് വന്നു, കുറേ ഗ്യാസുകൾ വന്നു. സോ ഇവിടെ വന്ന കുറേ ഗ്യാസുകൾ കണ്ടില്ലേ നമ്മൾ, വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, മീത്തേൻ, അമോണിയ, അങ്ങനെ ഓക്സിജൻ ഒഴിച്ച് ബാക്കി ഗ്യാസുകളെല്ലാം വന്ന് പുതിയൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആയി. ആദ്യത്തെ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നത് ഹീലിയം ഹൈഡ്രോജൻ ആയിരുന്നു. സോളാർ വിൻഡ്സ് വന്ന് അടിച്ചു കളഞ്ഞതിന് ശേഷം പുതിയൊരു അറ്റ്മോസ്ഫിയർ ആയി, ഡീഗ്യാസിങ്ങിന് ശേഷം പുതിയൊരു അറ്റ്മോസ്ഫിയർ ആയി. ആസ് ദ എർത്ത് കെപ്റ്റ് കൂളിംഗ്, ഈ വാട്ടർ വേപ്പർ അതിനകത്തുണ്ട്, അവിടെയാണ് പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ വാട്ടർ വേപ്പർ സ്റ്റീം ഉണ്ട്. ഈ എർത്ത് ഇങ്ങനെ കൂൾ ചെയ്ത് പതുക്കെ കൂൾ ഡൗൺ ആയി പറയുന്നതെന്ന് വെച്ചാൽ ഈ വാട്ടർ വേപ്പർ ടേൺഡ് ഇൻ ടു ലിക്വിഡ് വാട്ടർ, ലൈക്ക് സ്റ്റീം ടേണിംഗ് ഇൻ ടു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വെൻ ഇറ്റ് കൂൾസ്. ഈ വാട്ടർ വേപ്പർ ലിക്വിഡായി. ദിസ് വാട്ടർ ഫെൽ ആസ് റെയിൻ ആൻഡ് ഫിൽഡ് അപ്പ് ദ ലോ ഏരിയാസ് ഓൺ ദ എർത്ത് സർഫസ്. ഈ ലോ ലൈങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പെട്ടെന്നൊന്ന് വരച്ചു തന്നാൽ ഇത് വളരെ ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഓൾറെഡി കുറെ ലോ ലൈങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആദ്യം എർത്ത് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന പോയിന്റ് ഓർത്ത് വെക്കുക. എന്റെ കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയ, അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല, ഹൈഡ്രോജൻ ഹീലിയം ആയിരുന്നു. പെട്ടെന്ന് സോളാർ വിൻഡ് വന്ന് ഇതിനെല്ലാം അടിച്ച് അറ്റ്മോസ്ഫിയർ ഇല്ലാണ്ടാക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എർത്ത് എന്ന് പറയുന്ന സംഭവം കൂൾ ഡൗൺ ചെയ്തു. ഇത് കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡീഗ്യാസിങ് സംഭവിച്ചു. ഇതിനകത്തുള്ള കുറേ ഗ്യാസുകൾ പുറത്തേക്ക് ചാടി. കാർബൺ ഡയോക്സൈഡ്, നൈട്രോജൻ, മീത്തൈൻ, അമോണിയ, വാട്ടർ വേപ്പർ ഒക്കെ ചാടി. ഇതിങ്ങനെ പിന്നെയും കൂളായി. എർത്ത് പിന്നെയും കൂളാവും തോറും ഇതിനകത്തുണ്ടായിരുന്ന വാട്ടർ വേപ്പർ, ഇത് വാട്ടർ വേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളമായി മാറി. എവിടേക്കെങ്കിലും വീണല്ലോ, ഈ വെള്ളം താഴേക്ക് വീണു തുടങ്ങി. അങ്ങനെ ഇവിടെയുള്ള ഈ ലോ ലൈങ് ഏരിയാസിലെല്ലാം വെള്ളം വീണ് ഈ ഏരിയാസ് ആണ് പിന്നീട് ഓഷ്യനായിട്ട് കടലായി മാറിയത്. ഇങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ നിന്നും ഹൈഡ്രോസ്ഫിയർ ഉണ്ടായതെന്നുള്ള കഥ ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്. ദിസ് ഹാപ്പൻ 4 ബില്യൺ ഇയേഴ്സ്. ഓഷ്യൻസ് ആർ റിയലി ഓൾഡ്. അപ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി, അതിൽ നിന്നും പതുക്കെ അറ്റ്മോസ്ഫിയറിൽ നിന്നും മഴയായി, വാട്ടർ വേപ്പറായി, അവസാനം ലോ ലൈങ് ഏരിയ എല്ലാം കടലായിട്ട് ഫില്ലായി, ഓഷ്യൻസ് ഉണ്ടായി, ഹൈഡ്രോസ്ഫിയർ ഉണ്ടായി. സോ ഈ പോയിന്റ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ലൈഫ് ചേഞ്ച് ദ എയർ. ഫോർ എ ലോങ് ടൈം അറ്റ്മോസ്ഫിയർ ഹാഡ് വെരി ലിറ്റിൽ ഓക്സിജൻ. But around 3, ഇനി അടുത്ത ചോദ്യം കൂടെ ഉണ്ട്. 3 tiny forms like bacteria started living in oceans. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴും എയർ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്, വെള്ളം ഉണ്ടായി എന്ന് പറഞ്ഞു, പക്ഷെ അപ്പോഴും എയർ ഉണ്ടാവുന്നുണ്ട്. ഓക്സിജൻ വന്നു എന്നുള്ളത് മിനിമൽ ഓക്സിജൻ ആണ്. വാട്ടർ വേപ്പർ വെള്ളമായി, പക്ഷെ ഓക്സിജൻ ഉണ്ടോ? അപ്പോൾ അവിടെയാണ് ബാക്ടീരിയ പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ എന്ന് പറയുന്നത്. 2.3 billion years ago, these tiny organisms learned a cool trick called photosynthesis. They use sunlight to turn water and carbon dioxide into food, releasing oxygen as waste product. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴ പെയ്തു, ഇവിടെ നിന്നും മഴ പെയ്തു, ഇവിടെയുള്ള ലോ ലൈങ് ഏരിയാസ് എല്ലാം വെള്ളം നിറഞ്ഞു, ഓഷനായി എന്ന് പറഞ്ഞു. ഓഷനായി വന്നു, അപ്പോഴും ഓക്സിജൻ ഇല്ല. ഇവിടെയെല്ലാം താമസിച്ചിരുന്ന ടൈനി ബാക്ടീരിയ ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കിട്ടുന്ന സൂര്യരശ്മി, ഫോട്ടോസിന്തസിസ് വെച്ചിട്ട് ഈ സൺലൈറ്റും വെള്ളവും, ഈ സൺലൈറ്റ് വെച്ചിട്ട് വെള്ളവും കാർബൺ ഡയോക്സൈഡും കൂടെ ചേർത്ത് ഇത് ഫുഡാക്കി മാറ്റി ഓക്സിജൻ റിലീസ് ചെയ്യാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ദിസ് ഓക്സിജൻ സ്റ്റേഡ് ഇൻ ദി ഓഷ്യൻസ്. ഓവർ ടൈം oceans got full of oxygen, and 2 billion years ago oxygen started to fill the atmosphere. Very important. സോ ഓർത്ത് വെച്ചോളൂ. അങ്ങനെയാണ് ഫൈനലി ഇവിടെ നിന്ന് ആദ്യം ഓക്സിജൻ കടലിൽ തന്നെ നിന്നു. ഫോട്ടോസിന്തസിസ് വന്നപ്പോഴാണ്, അതാണ് കൂൾ ട്രിക്ക്, ദ മാജിക് ട്രിക്ക്. സൺലൈറ്റ് ഉപയോഗിച്ച് വെള്ളവും കാർബൺ ഡയോക്സൈഡും ഫുഡാക്കി മാറ്റി ഓക്സിജൻ വിട്ടു തുടങ്ങിയപ്പോൾ ആദ്യം ഓഷനിൽ സ്റ്റേ ചെയ്തു. പിന്നെ കുറേ വർഷം കഴിഞ്ഞ് ഓവർ ഓക്സിജനായി മാറിയപ്പോൾ ഈ ഓക്സിജൻ കടലിൽ നിന്നും ആകാശത്തേക്ക് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ദിസ് ഇസ് വൈ ടുഡേ അറ്റ്മോസ്ഫിയർ ഹാസ് മോർ ഓക്സിജൻ ആൻഡ് നൈട്രജൻ താങ്ക്സ് ടു ദോസ് ടൈനി ഓഷ്യൻ പ്ലാന്റ്സ്. അവിടെയുള്ള ഓഷ്യനിൽ നിന്ന് ഇങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടായതും അറ്റ്മോസ്ഫിയറിൽ നിന്നും ഹൈഡ്രോസ്ഫിയർ ഉണ്ടായത്. ഹൈഡ്രോസ്ഫിയറിൽ വെള്ളം വന്നു,
വെള്ളം വന്നു, പതുക്കെ പതുക്കെ ബാക്ടീരിയ കാരണം ഫോട്ടോസിന്തസിസ് വന്നു, ഫോട്ടോസിന്തസിസ് കാരണം ഓക്സിജൻ ഉണ്ടായി, ഓക്സിജൻ കടലിൽ നിന്നു, ആ ഓക്സിജൻ പതുക്കെ ആകാശത്തേക്ക് വന്നു, നമ്മൾ ഇന്ന് ബ്രീത്ത് ചെയ്യുന്നു. സോ എത്ര കണക്റ്റഡ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും ഈ ക്ലാരിറ്റി, ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഹിസ്റ്ററി പഠിക്കുന്ന പോലെ അല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തോളം കാലം നിങ്ങൾക്കൊരു ട്രിക്കി ആപ്ലിക്കേഷൻ UPSC ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. അവസാനം മെമ്മറൈസ് ചെയ്യാനുള്ള പോയിന്റ്സ് ആണ് സിംഗുലാരിറ്റി. ഇനിഷ്യൽ പോയിന്റ് ഇൻ ബിഗ് ബാങ് തിയറി ആണ്, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. നെബുല, ലാർജ് ഗ്യാസ് ക്ലൗഡ് വെർ സ്റ്റാർസ് ആർ ബോൺ. അറിയാലോ, ഈ ഗ്യാസും സ്റ്റാറും ഡസ്റ്റ് ക്ലൗഡും നെബുല എല്ലാം കൂടെ ഗ്രാവിറ്റിയാണ് പുള്ളി ചെയ്തെടുക്കുന്നത്. ആ പടം ഓർത്താൽ മതി, ഗ്രാവിറ്റി പുള്ളി ചെയ്തെടുത്ത് ടുഗദർ ആക്കി നിർത്തും. പ്ലാനറ്റെസിമൽസ്, ഏർലി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിന്റെ ആ തിയറി ഓർത്ത് വെച്ചോളൂ, പ്ലാനറ്റെസിമൽ തിയറി. സിഗാർ ഷേപ്ഡ് സാധനം. ഡീ ഗ്യാസിങ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. വോൾക്കാനിക് ഗ്യാസസ് ടു ഫോം അറ്റ്മോസ്ഫിയർ. കെമിക്കൽ എവല്യൂഷൻ, അത് ഓൾറെഡി നമ്മൾ സംഭവം അറിയുന്നതാണ്. സോ ബിഗ് ബാങ്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, നെബുലർ ഹൈപ്പോത്തസിസ്, ഒറിജിൻ ഓഫ് സോളാർ സിസ്റ്റം, 4.6 billion years ago, age of Earth, 13.7 billion years, age of universe, star and planet formation, condensation and accretion, evolution of atmosphere, loss, volcanic photosynthesis. ആ ഓർത്ത് വെക്കുക. ഓക്സിജൻ അക്യുമുലേഷൻ കടലിൽ നിന്നും ഉണ്ടായി പിന്നെ മുകളിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ. അപ്പോൾ ഈ ഒരു ലെവലിൽ ഇതിപ്പോൾ മറക്കാതെ നിങ്ങൾ റിവൈസ് ചെയ്ത് ഈ ഒരു ടോപ്പിക് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി റെഡി. സോ ബാക്കി അടുത്ത സെഷൻ നമുക്ക് അടുത്തേക്ക് കൊണ്ടുവരാം, Day 3. സോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS Factor.